ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് അതിൽ ഏറ്റവും മനോഹരമായ വിഷയം, അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് വിവാഹം സ്വർഗമാക്കൽ അല്ലെങ്കിൽ മാരിറ്റൽ എൻറിച്ച്മെന്റ്. എല്ലാ തലങ്ങളിലും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു വിഷയം. ആ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ച വിജയരാമൻ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാം. വിജയരാമൻ സാറ് എറണാകുളം സ്വദേശിയാണ്, കൗൺസിലറാണ്, ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളിൽ തെറാപ്പിയുടെ ഭാഗങ്ങളൊക്കെ വളരെയധികം ആഴത്തിൽ പഠനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കും അതൊരു വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു നല്ല വേദിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം വിജയരാമൻ സാറിനെയും. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. അപ്പോ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് നേരത്തെ സെഷനുകളിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നുണ്ട് തന്നെ? കേൾക്കാം. നേരത്തെ സെഷനുകളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ആവർത്തിക്കാണ്. 50% നമ്മൾ ഇന്ററാക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നു. നമുക്ക് ചർച്ച ചെയ്യുക തന്നെ വേണം, നമുക്ക് ഇടപെട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇത് ഈ ക്ലാസിന്റെ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഞാനത് കഴിഞ്ഞ 2 സെഷനുകളിൽ വ്യക്തമാക്കിയിരുന്നു. നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായ രീതിയിൽ ഇന്ററാക്ഷൻ വഴിയാണ് കടന്നു പോയത്. വളരെ നന്നായിട്ടാണ് 2 സെഷനുകളും പോയത്. കഴിഞ്ഞ സെഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നെറ്റിന്റെ പ്രോബ്ലംസ് അതൊക്കെ ആയിട്ട്. എന്നാലും നമ്മൾ ഒരുവിധം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് ഇപ്പോ ഇതിന്റെ ലാപ്ടോപ്പിന്റെ ചെറിയൊരു പ്രോബ്ലംസ്, അത് 5 മിനിറ്റിനകം ശരിയാവും. നമുക്ക് അപ്പൊ PPT-യിലേക്ക് പോകാം. അതുവരെ നമുക്ക് കഴിഞ്ഞ സെഷനുകളിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി വിശകലനം ചെയ്യാം. നമ്മൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങളാണ് അല്ലെ. വിവാഹം വൈവാഹിക ജീവിതമാണ് നമ്മുടെ വിഷയം. അതെങ്ങനെ സമ്പുഷ്ടമാക്കാം, അതെങ്ങനെ സ്വർഗമാക്കാം, ഇതാണ് നമ്മുടെ വിഷയം. എൻറിച്ച്മെന്റ്, മെരിറ്റൽ എൻറിച്ച്മെന്റ്. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ കാലത്ത് വൈവാഹിക സംതൃപ്തി കുറഞ്ഞു വരികയാണ്. നേരത്തെ കൂടുതലായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ കുറഞ്ഞു വരികയാണ്, വിവാഹത്തിന്റെ പോസിറ്റിവിറ്റി കുറഞ്ഞു വരികയാണെന്നൊക്കെ നമ്മൾ കണ്ടെത്തി. അപ്പോ എന്താണ് അതിന് കാരണം എന്നും നമ്മൾ ഏകദേശം ചിന്തിച്ചു അല്ലെ. പക്ഷെ നമ്മൾ അതിൽ ദുഃഖിതരാണ്. ഇന്ന് യുവതലമുറയില് ഡിവോഴ്സസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്നെ കേൾക്കുന്നവരിപ്പോ ഇവിടെ ഉള്ളത് മുഴുവൻ കുറച്ച് മുതിർന്ന ആണെന്ന് കൂട്ടാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു വേവലാതി ഉണ്ട്. നമ്മുടെ സ്വന്തം മക്കളുടെ മക്കൾ അങ്ങനെയൊക്കെയാണ് ഈ യുവതലമുറ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ വൈവാഹിക ദുരിതങ്ങൾ അല്ലെ, എങ്ങനെയാണ് സംഭവിക്കുന്നത്? വൈവാഹിക വിഷമതകൾ ആദ്യം വരും അല്ലെ, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ്. അതിനുശേഷം അതൊരു ഡിസ്ട്രെസ് ആയി മാറും. മെരിറ്റൽ ഡിസ്ട്രെസ്, അതായത് സഹിക്കാൻ പറ്റാത്ത ഒരു, അതെ, ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സഹിക്കാൻ പറ്റാത്ത കാര്യം നമുക്ക്. അങ്ങനെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നതാണല്ലോ. അപ്പൊ അവര് തമ്മിൽ ഒരു ഭിന്നത, ഡിസ്കോഡ് ഉണ്ടാവും. പിന്നീട് ഈ ഡിസ്കോഡ് എല്ലാം ഒരു പരിധിയിൽ അപ്പുറം പോകുന്നു, അവര് ഡിവോഴ്സിലേക്ക് പോകുന്നു. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ വിഷമങ്ങൾ. അതിന്റെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ പറയാം, ഒരു ജീവിതത്തില് നമ്മൾ അഭിമുഖീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ മാനസിക വിഷമമുള്ള ഒരു കാര്യമാണ് ഡിവോഴ്സ്. നമ്മൾ ആലങ്കാരികമായിട്ടും വല്ല ഒക്കെ പറയാം ഡിവോഴ്സിനെ കുറിച്ച്. അതാണ് ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയോട് തന്നെ പറയാം ഡിവോഴ്സ് ചെയ്യുന്ന, തിരിച്ചും പറയാം. പക്ഷെ അത് അതിന്റെ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ, അത് അങ്ങനെ ആയി തീരുമ്പോൾ വളരെ വലിയൊരു വിഷമമുള്ള ഒരു അവസ്ഥയാണ്. അത് അനുഭവിച്ചവർക്കെല്ലാം അറിയുന്ന കാര്യം. അപ്പൊ ഇത് മാത്രമല്ല, ഡിവോഴ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് സമൂഹത്തിനും കുടുംബത്തിനെ അത് ബാധിക്കുന്നുണ്ട്, കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് അഭിലഷണീയമല്ല. പക്ഷെ തീരെ നിവൃത്തിയില്ലെങ്കിലാകാം ഇത് അതിന് തെറ്റെന്നുള്ള കാര്യമല്ല, അതൊന്നും പറഞ്ഞു. പക്ഷെ ഈ നിരക്ക് ഇപ്പോ യുവതലമുറയിൽ കൂടിക്കൊണ്ടിരിക്കുക. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു.
അതായത് എന്താണ് വിശകലനം ചെയ്തത്? കൂട്ടുകുടുംബ വ്യവസ്ഥ ഒന്ന് ഇല്ലാതായി എന്നുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ജെൻഡർ ഡിഫറൻസ് കുറഞ്ഞു എന്നൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ജോലി ചെയ്തു, അതുപോലെ തന്നെ ജോലി സമയം അവർക്ക് കൂടുന്നു, അപ്പോ ദാമ്പത്യ സമയം കുറയുന്നു. ഇങ്ങനെയൊക്കെ നമ്മള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കരുതുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോ ആരും അതിനെ എതിർത്തിട്ടൊന്നുമില്ല, വിമർശിച്ചിട്ടൊന്നുമില്ല. വിമർശനം സ്വാഗതാർഹമാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ കുറച്ച് പേര് സംസാരിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. അത് തമ്മിൽ തിരിച്ചും സംസാരിക്കേണ്ട അവസ്ഥ, ഇന്ററാക്ഷനിലേക്ക് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പൊ എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അത് വിമർശിക്കണം. ഒരു ഒബ്ജക്റ്റീവ് തിങ്കിങ് അല്ലെ, സബ്ജക്റ്റീവ് അല്ല. ഒരാള് പറയുന്നത് മുഴുവൻ കേൾക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാനാണ്. പക്ഷേ വിമർശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഡിസ്കഷൻ ആയിരിക്കണം. നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം അല്ലെ? നമുക്കൊരു ഒത്തുതീർപ്പിലേ മുന്നോട്ട് പോകേണ്ടത് അല്ലെ? നമുക്കൊരു സിനർജി അല്ലെങ്കിൽ നമുക്കൊരു അല്ലെ ഒരു നല്ല മനോഭാവത്തില്, നന്നായിട്ട് സ്നേഹത്തില്, റിലേഷൻഷിപ്പില് അല്ലെ? ഇതൊക്കെയല്ലേ നമ്മൾ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ജീവിതം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു വേണം. നമ്മളിപ്പോ ക്ലാസ്സിൽ, ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇതിനുള്ള ക്ലാസ് ആണ്. അപ്പൊ ഈ ഇത്തരത്തിലും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് എന്നെ വിമർശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ വിമർശിച്ചുകൊണ്ടും ചർച്ച നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ റെഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം. പിന്നെ നമ്മൾ നമ്മുടെ റോയ് സാറാണ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് വൈവാഹിക പ്രശ്നങ്ങൾ തുടക്കത്തിൽ പരിഹരിക്കണം. കുറെ ഒരു വൈവാഹിക പ്രശ്നങ്ങള് അതിന്റെ തുടക്കം ആരംഭിക്കുന്നതും തുടക്കത്തിലാണ്. അത് ഒരു കൊല്ലത്തിനകം പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോ ഈ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തി പരിഹരിച്ചാൽ അത് വളരെ എളുപ്പം പരിഹരിക്കപ്പെടും. അത് എത്ര മുന്നോട്ട് പോകുന്നോ അത്ര അതിന് വിഷമങ്ങൾ ഉണ്ടാകും. അതിനൊരു കാരണവും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് കാരണം? ആ കാരണം തന്നെയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഈ കൗൺസിലിംഗ് രൂപത്തിന്റെ അടിസ്ഥാന തത്വം. അതെന്താണ്? ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും കണ്ടെത്തുന്നു, തീരുമാനിക്കുന്നു ഒന്നിച്ച് ജീവിക്കാൻ. അതിനാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലെ? വിവാഹം എന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു സോഷ്യോ കൾച്ചറൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ? സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപന, ഒരു വ്യവസ്ഥയാണ് വിവാഹം. അപ്പോ അങ്ങനെ അവർ തീരുമാനിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കാം അല്ലെ? സംസ്കാരത്തിനനുസരിച്ചും സാമൂഹ്യ വ്യവസ്ഥകൾക്കനുസരിച്ചും ജീവിക്കാൻ അവർ തീരുമാനിക്കുക. അതാണ് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുരുഷൻ കാണുന്നു അല്ലെ? സ്ത്രീയും കാണുന്നു, തീരുമാനിക്കുന്നു, മനസ്സിലാക്കുന്നു, ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർ സംസാരിക്കുകയാണ്, അവർ പഴകുകയാണ്, അവർ പെരുമാറുകയാണ് അല്ലെ? ഈ പെരുമാറ്റം ആദ്യം ഒരു തുടക്കമായിരുന്നേ. ആ തുടക്കം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഇന്ററാക്ഷൻസിൽ, ഇടപെടലുകളിൽ ഒരു പാറ്റേൺ ഉണ്ടാവുന്നു, ഒരു പ്രകൃതമായിട്ടത് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറിക്കുന്നത്. പരസ്പരം ഒരു നിശ്ചയമുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോ ഇന്ററാക്ഷണൽ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതില് എവിടെയെങ്കിലും അത് പോസിറ്റീവായിട്ട് രണ്ട് കൂട്ടർക്ക് ഒരുപോലെ ഗുണമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വൈവാഹിക ജീവിതം സ്മൂത്ത് ആയിരിക്കും. അതില് ഏതെങ്കിലും ഘട്ടത്തിൽ അല്പം നെഗറ്റിവിറ്റി, നിഷേധാത്മകത വന്നു ചേർന്നാൽ, അതായത് ഒരാൾക്ക് ദ്രോഹകരമായിട്ട് രീതിയിൽ മറ്റാളുടെ ഇന്ററാക്ഷൻ വരികയാണെങ്കിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ പരിഹരിക്കാൻ എളുപ്പമാണെന്ന് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ
ഇവര് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ഇതിനുള്ള അവബോധം അവർക്ക് ഉണ്ടെങ്കിൽ അവർ അയ്യോ നമ്മൾ പോണ വഴി ശരിയല്ല, റൈറ്റ് ട്രാക്ക് അല്ല, നമുക്കൊന്ന് തിരുത്തണം, അങ്ങനെ ആ നല്ല ട്രാക്കിലൊക്കെ അവർക്ക് പോകാൻ പറ്റും. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാറ്റേൺ ആയിട്ട് ഇന്ററാക്ഷണൽ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് വരുമ്പോൾ അത് ദൃഢമാവുകയാണ്. അത് ദൃഢമായിട്ട് ഒരു സ്വഭാവം പോലെയാകുന്നു. നമുക്കറിയാം സ്വഭാവമാകുമ്പോൾ മാറ്റം വിഷമമാണ്. അതാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ് 2, 3 കൊല്ലം, 4 കൊല്ലം, 5 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഈ ഡിവോഴ്സിൽ എത്താത്ത ദമ്പതിമാരും എന്താ സംഭവിക്കുന്നത്? ജീവിതകാലം മുഴുവൻ വൈവാഹിക ദുരിതത്തിൽ കഴിയാണ്. അതാണ് സംഭവിക്കുന്നത്. അവർ സഹിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അത് അഭിലഷണീയമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതല്ലല്ലോ സന്തോഷകരമായുള്ള ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷകരമായ ദാമ്പത്യത്തിന് എന്ത് വേണം? ഈ ഇന്ററാക്ഷണൽ പാറ്റേൺ, ഇടപെടൽ പ്രകൃതങ്ങളിൽ വന്ന വ്യതിചലനം മനസ്സിലാക്കി അതിനുള്ള കാരണം കണ്ടെത്തി അത് തിരുത്തി കഴിഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവും. ഇത് ഏത് ഘട്ടത്തിലും ചെയ്യാം. പക്ഷേ തുടക്കത്തിലാണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടില്ലാതെ പറ്റും. അതിന് നമുക്ക് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് വഴി പറ്റും. പക്ഷെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തെറാപ്പിയിലേക്ക് പോകണം. കൗൺസിലിംഗ് പഠിച്ചവർക്കറിയാം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിംഗ് മതി. പിന്നെ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിന് തെറാപ്പി വേണം. അപ്പൊ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന സമയത്ത് തെറാപ്പിയിൽ ഇത് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ നിന്ന് ഈ വൈവാഹിക ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന വിഷമങ്ങൾ പരിഹരിക്കാൻ അതിനൊക്കെയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? ആരെങ്കിലും അത് പ്രതികരിക്കാവോ? ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, അല്ലേ? ആരെങ്കിലും അത് പ്രതികരിക്കാവോ? ഓക്കെ, ശരിയാണ്. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റോയ് സാർ. നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഉള്ള മറ്റൊരു കാര്യം കൂടി, അതായത് വിവാഹ ജീവിതത്തിന് 3 ടാസ്കുകൾ ഉണ്ടെന്ന് പറയും. നമ്മൾ പല സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഏതൊരു പ്രത്യേക സിനിമയിലുണ്ടല്ലോ ഒരു എന്താ പറയാ ഒക്കെ കണ്ട്, അതായത് ടാസ്കുകൾ കൊടുക്കും കൗൺസിലർമാരും തെറാപ്പിസ്റ്റുകളും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോ അതെന്താണ്? നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ ശുഭമാണ്. നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ജീവിതത്തിൽ എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോ അങ്ങനത്തെ അവസ്ഥയിൽ ഈ വൈവാഹിക ജീവിതത്തിന് 3 ടാസ്കുകളുണ്ട്. 3 ടാസ്കുകളിൽ നമുക്ക് അതുകൊണ്ട് സന്തോഷിക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു ടാസ്കുകളില്ല. പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്ന് പറഞ്ഞ് ആരോഗ്യകരമായ വൈവാഹിക ഉപവ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. മെരിറ്റൽ സബ്സിസ്റ്റം എന്ന് പറയും നമ്മുടെ മനഃശാസ്ത്രത്തിലെ. മെരിറ്റൽ സബ്സിസ്റ്റം ഉണ്ടാക്കുക എന്താണ് അതിന്റെ അർത്ഥം? ഒരു വിവാഹം കഴിച്ച പുരുഷനും സ്ത്രീയും അവരായിട്ടൊരു കുടുംബമാകാനുള്ള ഒരു പ്രക്രിയ അവർ തമ്മിൽ നടക്കണം. അവരൊരു കുടുംബമായി തീർന്നാൽ 2 കുടുംബത്തിൽ നിന്ന് 2 വ്യക്തികൾ വേറിട്ടിട്ട് അവരൊരു കുടുംബം, അതായത് താൽക്കാലികമായിട്ട് അവര് ഒരു കുടുംബമായിട്ട് പരിപൂർണമായിട്ട് വികസിക്കുന്നതിന്റെ വരെ, ഡെവലപ്പ് ചെയ്യുന്നത് വരെ അവര് അതാത് കുടുംബത്തിന്റെ താഴെയായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഒരു സബ് സിസ്റ്റമായിട്ട് നിൽക്കുള്ളൂ. അത് നമ്മുടെ പിന്തുണയിൽ, 2 കുടുംബത്തിന്റെ പിന്തുണയിലാണ് അവര് ഒരു സ്വതന്ത്രമായ കുടുംബം വന്നത്. അപ്പോ സ്വതന്ത്രമായിട്ട് വിടണം അവരെ. അങ്ങനെ ആകുമ്പോഴേ അവര് സ്വതന്ത്രമാവുള്ളൂ. അങ്ങനത്തെ ഒരു സബ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക ആദ്യം. അതാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക്, ഈ ഓരോ കുടുംബത്തിൽ നിന്നും വേർപെട്ടിട്ടാണ് മറ്റൊരു കുടുംബമായിട്ട് വൈവാഹിക ജീവിതം തുടങ്ങുന്നത്. അപ്പോ അതില് ഒരു ആരോഗ്യകരമായ വേർപാട് വേണം, ഒരു ഹെൽത്തി സെപ്പറേഷൻ വേണം. അതായത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വളരെ സ്നേഹഭാജനങ്ങളായ മക്കള് അവരാണ് ഒന്നിച്ചിട്ട് അവരിൽ നിന്ന് വിട്ടുപോയിട്ട് വേറൊരു വിവാഹം തുടങ്ങുന്നത്. അപ്പോ അതിന് അവരുടേതായിട്ടുള്ള അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. 2 ഭാഗത്തും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെ?
അച്ഛനമ്മയും പിരിയാൻ മക്കൾക്കും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളെ പിരിയാൻ അച്ഛനമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. ഇത് ആരോഗ്യകരമായിരിക്കുന്നു. അച്ഛനും അമ്മയും വീണ്ടും കരുതരുത് എൻ്റെ മോനാണ് എൻ്റെ മോളാണ് എന്ന് വെച്ചിട്ടുള്ള അറ്റാച്ച്മെന്റിലോട്ട് പോകരുത്. അവർ വേറെ കുടുംബമായിട്ടുള്ളവരാണ്. അവർ സ്വതന്ത്രമായിട്ട് വിട്ട് ആ കുടുംബത്തിന്റെ ഡെവലപ്പ് ചെയ്യാൻ, കുടുംബം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവരെ അനുവദിക്കണം. അതുപോലെ തന്നെ ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നാണ് പറയാ ഈ മറ്റ് രണ്ട് കുടുംബങ്ങളെ, ആ കുടുംബങ്ങളിലുള്ള ആൾക്കാരായിട്ട് സ്ഥിരമായിട്ട് നല്ല ബന്ധത്തിൽ നിലനിർത്തും വേണം. അതിനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ വേർപാട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കഴിയാവുന്ന വിഷയമുള്ളൂ. അതിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രശ്നങ്ങളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മൂന്നാമത്തെ ടാസ്ക് കൂടി ഞാൻ പറയാം. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തില് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ജീവിക്കും കുടുംബത്തിൽ. അതൊക്കെ ഓക്കെ. അതിന് പല ഫാക്ടേഴ്സും അവരൊന്നിപ്പിക്കും, അവരൊന്നിച്ച് ജീവിക്കും. അപ്പൊ അതില് ചില ഘടകങ്ങള് അല്ലേ, അതായത് ഒഴിവു സമയം എങ്ങനെ ചെലവഴിക്കണം, പിന്നെ സമൂഹമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, സാമൂഹ്യ ജീവിതം എങ്ങനെ വേണം, പിന്നെ ഈ കുടുംബത്തിന് പുറത്തുള്ള കാര്യമാണ് ജോലി എന്ന് പറയുന്നത്. ആ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നടത്തണം. പിന്നീട് അതെ, ജോലി, സാമൂഹ്യ ജീവിതം, ഒഴിവു സമയം, ഈ മൂന്ന് കാര്യങ്ങള് എങ്ങനെ വേണം എന്നുള്ളത് രണ്ടു ആളും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തണം. അവർ തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ട് അതുപോലെ മുന്നോട്ട് പോകണം. അതിൽ ഭിന്നതകൾ ഉണ്ടാകരുത് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിന് കഴിയുന്നതാണ്. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭിന്നതകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? അതിന്റെ ചർച്ചയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കുറച്ചു നേരം, അധികം സമയമില്ല. സർ, ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞ ആരോഗ്യകരമായ വൈവാഹിക ഉപഘടകം അല്ലെ? ഉപവ്യവസ്ഥ എന്നാ പറയുന്നത്. അതിനൊരു ഉപവ്യവസ്ഥ എന്ന് പറയുന്നത് കാരണം ആ തുടക്കത്തിൽ നമ്മളൊരു കുടുംബമായി തീരുന്നില്ലല്ലോ, ഒരു കുടുംബം തുടങ്ങുന്നില്ലല്ലോ ഒരു. അപ്പൊ അതിന് ഉപവ്യവസ്ഥ, സബ് സിസ്റ്റം എന്നാണ് പറയാ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു ഉദാഹരണം, ആ പുരുഷൻ ഇന്ന കുടുംബത്തിലെ ഭാഗമാണ്, സ്ത്രീ മറ്റൊരു കുടുംബത്തിലെ ഭാഗമാണ്. അതാണ് അവരുടെ ഐഡന്റിറ്റി. അപ്പോൾ ആ ഐഡന്റിറ്റിയിൽ നിന്ന് വേറൊരു ഐഡന്റിറ്റിയിലേക്ക് അവർ പോവുകയാണ് അല്ലെ. അത് പൂർണ്ണമാകുന്നില്ലല്ലോ തുടക്കത്തില്. അതിന്റെ ആ പൂർണ്ണത നേടുന്നതാണ് സബ് വ്യവസ്ഥ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അവര് ഒരു കുടുംബമായി തീരാനുള്ള കാര്യങ്ങൾ അവർ തുടങ്ങണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ശരിയാ സാർ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തന്നെയാണ്, ആരോഗ്യകരമായ വേർപാട്. ആ വേർപാട് പലപ്പോഴും സംഭവിക്കുന്നില്ല. എപ്പോഴും എന്റെ മോൻ, എന്റെ മോൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ സ്ട്രക്കായി പോകുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ. സബു സാറേ, വിജയരാഘവൻ സാറേ, എനിക്കൊരു കാര്യം ഈ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ സാർ എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേരന്റൽ നമ്മളെ ഒരു ടച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇച്ചിരി കൂടുതലാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറേ, കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു ജീവിതം തുടങ്ങിയാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ ഒരു സ്വന്തം സാമ്രാജ്യത്തിൽ പോയി പിന്നെ ആരും നോക്കണ്ടെന്നല്ല സാർ. ഇത് ചെയ്തില്ലെങ്കിലുണ്ട് ഒരുപാട് ഇന്റർഫിയറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം സാർ, ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇവിടെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസത്തെ ലീവിലൊക്കെ ആക്കി വരുന്നത്. അതിൽ 15 ദിവസം കഴിയുമ്പോൾ ഒരു കല്യാണം കഴിക്കും. പിന്നെ എന്നെ പോലുള്ളവരൊക്കെ ഒരൊറ്റ പോക്കും പോകും. പിന്നെ 2 വർഷമോ വന്നാലായി, ഇല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ സാർ, ആരെയും ഉപേക്ഷിക്കേണ്ട, അച്ഛനും അമ്മയോടൊക്കെയുള്ള സ്നേഹം കൊണ്ടിരിക്കട്ടെ. ഇങ്ങനൊരു മാറി
ഒന്ന് താമസിച്ചെങ്കിൽ മാത്രമേ സാറേ ജീവിതം പഠിക്കുകയുള്ളൂ. ഉം. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് വരണം. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരു മാറി സ്ഥലത്ത് പോയി താമസിക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ അല്ലെങ്കിലുണ്ട് സാറേ, നമ്മളൊന്നും പഠിക്കാൻ പോകുന്നില്ല. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും കാര്യം പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും കല്യാണമൊക്കെ കഴിഞ്ഞ് പഠിക്കണമെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കണം സാർ. അച്ഛനമ്മയൊന്നും ഉപേക്ഷിക്കേണ്ട, ആങ്ങളവരെ ഉപേക്ഷിക്കേണ്ട, അളിയന്മാരെ ഉപേക്ഷിക്കേണ്ട. പക്ഷെ ജീവിതം പഠിക്കണമെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് എത്രയും പെട്ടെന്ന് ഈ രണ്ടുപേരുമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങിയാൽ സാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സുഖമായിട്ട് കിട്ടും. ജോലിക്ക് പോകും, അത് കഴിഞ്ഞ് വന്നുള്ള സമയം നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് വളരെ പ്രൈവസി കിട്ടും. ഞാൻ ഇതിൽ അഭിപ്രായപ്പെട്ട വ്യത്യാസമുള്ളവർ കാണാം. പക്ഷേ ഏറ്റവും ഇപ്പോൾ ഉള്ള കുട്ടികളോടൊക്കെ പറയണം സാറേ, കല്യാണം കഴിപ്പിച്ച് വിട്ടാണല്ലോ, പോയില്ലെങ്കിൽ അടിച്ചിറക്കണം അവിടുന്ന്, പോയി വേറെ താമസിക്കാൻ പറയണം. അപ്പൊ ഇതൊന്ന് സാറ് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിൽ ഞാനിത് ഇത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരാളുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഭാര്യയായിട്ടൊക്കെ വീട്ടിൽ പോകാറുണ്ട്, എല്ലാവരുമായിട്ടും നല്ല റാപ്പോയും ഉണ്ട്. ഒരു കണക്കിന് അതാ സാറേ നല്ലത്. ഇച്ചിരി ദൂരെ ഇരിക്കുമ്പോഴേ ഒരു വില കാണും. എന്ന് നമ്മൾ ഈ കൂടെ കിടക്കുമ്പോഴേ വലിയ വിലയില്ല. അവർക്ക് സ്നേഹം കാണും, നമുക്കും എല്ലാ വർഷവും പോയി കാണണമെന്നും എല്ലാ ദിവസവും വിളിക്കണമെന്നും ഒക്കെയുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പൊ സാർ ഇതാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ പറയുന്നേ ഉള്ളൂ സാർ. താങ്ക് യു. ഓക്കെ, എല്ലാവരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒരു ചോദ്യം ഇത് പറഞ്ഞോളൂ സാറേ. നമസ്കാരം. പിന്നെ എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞതിനോട്, നേരത്തെ സാറ് പറഞ്ഞതിനോട് അഭിപ്രായമുണ്ട്, യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞാല് പണ്ട് കാലങ്ങളില് കാരണവന്മാരുണ്ടായിരുന്നല്ലോ വീട്ടിലെ. അപ്പം എന്റെ ഒരു കാരണവര് പണ്ട് ഒരാളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുടുംബത്തിലൊരു അംഗത്തിനോട്. അവർക്കൊരു പ്രാധാന്യമുണ്ട് പറഞ്ഞതിന്. അതായത്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് അവരോട് ചോദിക്കുക, അച്ഛനും അമ്മനോട്, നിങ്ങളെ കല്യാണം കഴിച്ചിട്ടാകുമ്പോ മനസ്സിലാക്കണ്ടല്ലേ, അത് ഇങ്ങനെ കുന്തം നട്ടിട്ടല്ലേ കിട്ടുക കയറില്. അത് കുന്തം നട്ടിട്ട് ഒരു 4 പശുക്കളുണ്ടെങ്കിൽ അത് ഒരേ കുന്തത്തിൽ 4 കിട്ടിയാൽ ഇത് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇതാകുക എന്നല്ലാണ്ട് അവന് സ്വാതന്ത്ര്യം ഉണ്ടോ? അതിന് പകരം കല്യാണം കഴിച്ച ഉടനെ അവർക്ക് ഫ്രീഡം കൊടുക്കുക. അവരോട് പറയാൻ നിങ്ങളത് നോക്കണം. ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇത് മാത്രല്ല സാറേ. എല്ലാരും ഈ അമ്മ അച്ഛനുള്ള വീട്ടിൽ നിൽക്കുമ്പോ ഈ അച്ഛനും അമ്മക്കും ഒരു കാലത്തും സ്വാതന്ത്ര്യം കിട്ടൂല. പിന്നെ അവിടെ കുട്ടികളെ നോക്കേണ്ട തൊഴില് അപ്പാപ്പനും അമ്മമ്മൊക്കെ ആയി. പിന്നെ ഇവർക്ക് ഫ്രീഡം ഇല്ല. അപ്പൊ അവരും സുഖമായിട്ട്, എനിക്കറിയുന്ന കേസ്, അച്ഛനമ്മ വേറെ താമസിക്കുന്നത് 1ാം ക്ലാസ് മുതലേ കുട്ടീനെ അപ്പാപ്പന്റെ അമ്മമ്മന്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് ആ കുട്ടികൾ ഇപ്പൊ +2 എത്തി. അപ്പം വേറെ തന്നെ താമസിച്ചിട്ട് കുട്ടികൾ അവരെന്നെ നോക്കുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. ഓക്കെ, ചോദ്യം ഇതായിരുന്നു. അതായത് ആരോഗ്യകരമായ വേർപെടൽ, ഹെൽത്തി സെപ്പറേഷൻ സാധിച്ചില്ല അല്ലെങ്കിൽ സാധിക്കേണ്ടത് എങ്ങനെയാണെന്ന ചോദ്യം. സത്യത്തില് ഒരു വൈകാരിക വിഷയമല്ല ഇത്. വൈകാരികം മാത്രമല്ല, സാങ്കേതികമുണ്ട്, സാങ്കേതികത്വമുണ്ട്, അല്ലെ? പല കാര്യങ്ങളുണ്ട്, അല്ലെ? വീട്ടു സാമാനങ്ങൾ, പല കാര്യങ്ങളും ഇല്ലേ? വീട് തന്നെ മാറണ്ടേ? വീട് മാറാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണ്ടേ? പിന്നെ വൈകാരികമായിട്ടുള്ള കാര്യം അതിലേറെ വലിയ പ്രശ്നമാണ്. ഇത്രയും കാലം ഓമന ആയിട്ട് വളർന്നു വന്ന, അല്ലെ, മാറി താമസിക്കും, വേറെ വിടുന്നു, അല്ലെ? ഇത് എങ്ങനെ സാധിക്കണം? അത് ഭയങ്കര പറ്റിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്, വൈവാഹിക പ്രശ്നമാണ്, ഗുരുതരമായ പ്രശ്നം. അപ്പോ അതിന് എന്താ ചെയ്യാ? ഇതാ ചോദ്യം. പറ്റിയില്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാൻ എങ്ങനെ ചെയ്യണം? അല്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇതൊക്കെ ഒരു പ്രശ്നമല്ലേ? എന്താണ് അഭിപ്രായം? ഗൗരവമായ പ്രശ്നമായത് സാർ. പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മക്കൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അച്ഛനമ്മമാര് സാമ്പത്തികം മുടക്കി വാടകയ്ക്കാണെങ്കിൽ അവരെ വിടണം. ആണോ? എങ്ങനെ ചോദ്യം. വാടകയ്ക്കാണെങ്കിൽ വിടുക, അതൊക്കെ സംഭവിച്ചു എങ്ങനെ? സാർ, അതെ, ഈ ഒരു കുട്ടി ഉണ്ടാകുന്ന കാലം അത്രയും അവരൊന്നിച്ച് ജീവിച്ചാൽ മാത്രമേ കുടുംബമാവൂ. ഇത് ഇപ്പൊ ആദ്യം മാം പറഞ്ഞ പോലെ ആദ്യം കുട്ടികളുണ്ടാകും. കുട്ടികളെ നോക്കാനുള്ള ഈ സാഹചര്യങ്ങളെല്ലാം മാതാപിതാക്കൾ കൊടുത്തിട്ട് അവര് പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു കണക്ടിവിറ്റി ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ ആ യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സുഖങ്ങളും ഒരുപോലെ നമുക്ക് അഡാപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതെ, ഞാൻ ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട് ചോദ്യത്തിന്. ചോദ്യത്തിന്റെ അർത്ഥമുണ്ട്, അർത്ഥം മനസ്സിലായി, പക്ഷെ ഉദ്ദേശം മനസ്സിലാക്കില്ല. അത് വെച്ചാല്
ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ സാറ് പറഞ്ഞു സാമ്പത്തിക ശേഷി ഇല്ല അല്ലെ? അപ്പോ അതിനെല്ലാം സാമ്പത്തിക ശേഷി എല്ലാം കൊടുത്തിട്ടും ആയിട്ടും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ? പക്ഷെ ഇതിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയുണ്ട്. വേണമെങ്കിൽ ഇത് പറ്റില്ല, നീ മാറി താമസിച്ചേ തീരും, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും രണ്ട് ഭാഗത്തുനിന്നും വരേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതായത് രണ്ട് ഭാഗത്തുനിന്നും റിജിഡിറ്റി വരാം, ഫ്ലെക്സിബിലിറ്റി അല്ലെ, റിജിഡിറ്റി, രണ്ട് കാര്യമുണ്ടല്ലോ. രണ്ട് ഭാഗത്തും റിജിഡിറ്റി വരാം. അതായത് പിന്നെ ചില കുടുംബങ്ങളുണ്ട്, ചില വിവാഹ ദുരിതത്തിൽപ്പെട്ട ദമ്പതികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കല്യാണം കഴിച്ച് 30-35 കൊല്ലം കഴിഞ്ഞാലും ആ കുടുംബത്തിന്റെ ആളായിട്ടാണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ആളായിട്ടാണ് സംസാരിക്കുക. ഈ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ സെപ്പറേഷൻ, രണ്ടാമത്തെ ടാസ്ക് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോ ഇതിന് ഒരു ഡിസ്കഷൻ, നെഗോഷിയേഷൻ, ഒത്തുതീർപ്പ് ആ ലെവലിൽ പോകണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരിയല്ലേ സാബു സാർ? സാറേ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തില് ഇപ്പോ ഫാദറും മദറിനോട് മാതാപിതാക്കളോട് ഒപ്പമാണെങ്കിൽ വീട്ടിലെ ഭരണങ്ങള് അവരായിരിക്കും ചെയ്യുന്നത്. ഇവര് ജോലിയും മറ്റൊക്കെ ആയിട്ട് നടക്കും. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് സാമ്പത്തികം ഉണ്ട്, എല്ലാം ഉണ്ട്, അവർ തനിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു പ്രശ്നം വന്നു. വീട്ടിലെ ദൈനംദിന ആവശ്യത്തിനുള്ള സാധനം മേടിക്കും. ഭർത്താവ് പറഞ്ഞു ഞാൻ മേടിച്ചിട്ടില്ല, ഇതുവരെയും പോയിട്ടുമില്ല, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിട്ടേ ഇല്ല. ഭാര്യ പറഞ്ഞു ഞാനും പോയിട്ടില്ല, ഞാനും സാധനം മേടിക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ മറ്റേ പേരൻസിനോട് കൂടെ ആയപ്പോ അതൊക്കെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തോളൂ, ഇഗ്നോർ ചെയ്താൽ മതി. അപ്പൊ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് പുറത്ത് താമസിക്കാൻ തുടങ്ങി, സാമ്പത്തികം കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ ഇതുവരെയും സാധനം മേടിക്കാൻ പോയിട്ടില്ല, എനിക്കിട്ട് അറിയാനും വേണം, നീ പോയി മേടിക്കേ. എനിക്ക് ഇതുവരെ ഞാനും പോയിട്ടില്ല, എനിക്കും അറിയാൻ വേണം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും റെസ്പോൺസിബിൾ ആയിട്ട് പോകാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാകണം. അത് ഉണ്ടാകാനുള്ള ഒരു പരസ്പര ഷെയറിങ് അതിനകത്ത് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി വാങ്ങിക്കാം സാധനം, കൂടി മേടിക്കാം, പ്രശ്നം സോൾവ് ചെയ്യുന്നു. അപ്പൊ അതുപോലെയുള്ള ചില അസൗകര്യങ്ങളൊക്കെ വന്നു ചേരും. അത് ഡീൽ ചെയ്യാനുള്ള ഒരു തന്റെ ഇടവും സോഴ്സും കണ്ടുപിടിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോ ഏകദേശം ശരിയാണല്ലേ? ഈ ടാസ്കുകളുടെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആദ്യത്തെ ടാസ്കുകൾ ക്ലിയർ അല്ലേ? എത്രയായാലും ഇപ്പോ കുടുംബത്തിന്റെ കൂടെ, ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ കൂടെ താമസിക്കും. പലതരത്തിലും കുടുംബ വ്യവസ്ഥകൾ ഉണ്ടല്ലോ. ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കും, ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിൽ താമസിക്കും. അങ്ങനെയൊക്കെയുള്ള കുടുംബ വ്യവസ്ഥകളുണ്ട് അല്ലെ? അങ്ങനെയാണല്ലോ അല്ലെ? പല കുടുംബങ്ങളും പല വ്യത്യസ്ത, മെട്രിലീനിയർ, അല്ലെ, അങ്ങനെയൊക്കെ പല രീതിയിലും. അപ്പൊ എന്തായാലും ഇവർക്കൊരു സബ്സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇവര് ഒന്നെന്നുള്ള നിലയ്ക്ക് പോകണം. അത് അവര് അതിന്റെ ആ കുടുംബത്തിന്റെ ഭാഗമല്ല, അതിന്റെ ഒരു സബ് വ്യവസ്ഥയിൽ ആണ് ആവണവര്. അങ്ങനെ കുടുംബത്തിന്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ ഉടനെ പുറത്ത് താമസിച്ചാലും സബ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഉണ്ട്. അതായത് അവർക്ക് പിന്തുണ ആവശ്യമുണ്ട്. പുതിയതായിട്ട് വിവാഹം കഴിച്ച ദമ്പതികൾക്ക് ഒരു പിന്തുണ രണ്ടു ഭാഗത്തു നിന്ന് നൽകേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ സുട്ടോയ് സാർ വ്യക്തമാക്കിയത്, ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത കുട്ടികൾ അല്ലെ, അങ്ങനെയല്ലേ അച്ഛനമ്മമാർക്ക്. അപ്പൊ അങ്ങനെ അവർക്ക് പിന്തുണ വേഗത്തിലേ കൊടുക്കും. സ്വതന്ത്രമായിട്ട് അവർ ജീവിക്കാൻ അനുവദിക്കണം. അതിനോടൊപ്പം അപ്പൊ സബ് സിസ്റ്റമായിട്ട് ആ സബ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിലനിർത്താൻ കഴിയണം. അങ്ങനെ ആകുമ്പോഴേ പ്രശ്നങ്ങളില്ലാതിരിക്കും. അതേപോലെ തന്നെ ഹെൽത്തി സെപ്പറേഷൻ വേണം, ഉറപ്പാ. വ്യത്യസ്ത കുടുംബമായിട്ട് അവർക്ക് വളരാൻ കഴിയണം. അതാണ് സെപ്പറേഷൻ, വേർപാട് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ആരോഗ്യകരമാണ്. അതാണ് ഹെൽത്തി സെപ്പറേഷൻ. അതിൽ പിന്നീട് ദുഃഖം വരരുത്. അതായത് ഇന്നേ വരെ ഞാൻ പറഞ്ഞത് മാത്രം കേട്ട് ജീവിച്ചിരുന്ന എൻ്റെ മോൻ, എൻ്റെ മോൾ, ഇപ്പൊ അവൾക്ക് ഞാൻ വേണ്ട, അല്ലെ, എന്നോടൊന്നും ചോദിക്കേണ്ടതില്ല. ചോദിക്കാതിരിക്കലാണ് ശരി, ചോദിക്കേണ്ടതില്ല, അതാണ് ശരി. അതാണ് അവരുടെ കുടുംബമാണ്, തീരുമാനം അവരായിരിക്കും എടുക്കുന്നത്, അവരാണ് ഒന്നിച്ച് ജീവിക്കുന്നത്, ഒന്നിച്ച് കുടുംബമാകുന്നത്. അപ്പൊ അതിനുള്ള ആ സെപ്പറേഷൻ, അതിന് ഈ ഭാഗത്ത് മറുഭാഗത്തു നിന്നും വരാം, മക്കളുടെ ഭാഗത്ത് നിന്ന് വരാം. എനിക്ക് അച്ഛന്റെ അമ്മയുടെ അല്ലെ ആ ഇതിട്ട് ഇല്ലാതെ എനിക്ക് വയ്യ, അല്ലെ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇവരും ചിന്തിക്കാൻ വേണ്ടി. ഇത് രണ്ടും ശരിയല്ലല്ലോ. അപ്പൊ അത് ഹെൽത്തി അല്ല. ഇമോഷണൽ സൈഡിലോട്ട് പോയില്ലേ അത്? ആ ഇമോഷൻസ് മാറ്റണം.
ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരാണ് കുടുംബം, അതിലേക്ക് അപ്പൊ ഹെൽത്തി സെപ്പറേഷൻ വേണം. പിന്നീട് ഞാൻ മൂന്നാമത്തെ ടാസ്ക് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് ഈ കുടുംബത്തിന് പുറത്തായിട്ടുള്ള 3 ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒഴിവ് സമയം. ഒഴിവ് സമയം ചെലവഴിക്കേണ്ട കാര്യത്തിൽ തീരുമാനം എടുക്കണം ഭാര്യയും ഭർത്താവും. പിന്നെ അത് നടപ്പാക്കും വേണം. അതുപോലെ സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒത്തുതീർപ്പിലുള്ള ഒരു തീരുമാനം എടുക്കണം, ഡിസ്കഷൻ. നേരത്തെ അത് ഈ ഹെൽത്തി സെപ്പറേഷനിൽ പറഞ്ഞ പോലെ ഇത് തന്നെ ഫോളോ ചെയ്യണം. ഇത് എന്താണ്? ഡിസ്കഷൻ, നെഗോഷിയേഷൻ, കോംപ്രമൈസ്. അങ്ങനെയായിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് നെഗോഷിയേഷൻ അറിയാലോ അല്ലെ, കൊടുക്കൽ വാങ്ങൽ. ഇച്ചിരി ഞാൻ നഷ്ടപ്പെടും, ഇച്ചിരി മാത്രം മറ്റാളും നഷ്ടപ്പെടും, നമ്മളൊരു വലിയൊരു നേട്ടം നേടും. അതാണ് കോംപ്രമൈസ്, ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. ആ ലെവലിൽ സംസാരിച്ചിട്ട് പല ഘടകങ്ങളുണ്ടാകും. നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. അതൊക്കെ ബാധകമാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതണം. ഞാൻ ഈ ടാസ്കിന്റെ കാര്യം മാത്രം പറയുന്നത്. പിന്നെന്താ വേണ്ടത്? ഇപ്പോ സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന യുവദമ്പതിമാർക്ക്, യുവതലമുറയിലുള്ള ആൾക്കാർ ജോലിയുടെ കാര്യത്തിലാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണം. അപ്പോ അത് മാത്രമല്ല, ഇന്നത്തെ ജോലി വ്യവസ്ഥയിൽ ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരും. നമ്മളൊക്കെ ശ്രദ്ധിച്ചാണ്, മക്കൾ ജോലി ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന പോലെ ഒന്നല്ല അവർ അവർക്ക് 24 മണിക്കൂറും അവരെ ജോലി ചെയ്യിപ്പിക്കുകയാണ് അവരുടെ കമ്പനികൾ. അത് ചെയ്യേണ്ടി വരും. അപ്പോ ഒന്ന്, രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേരും വളരെ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോ എന്തൊക്കെയായാലും ജീവിതം വേണം, ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ജീവിതം കളഞ്ഞ് ജോലി ചെയ്തിട്ടും കാര്യമില്ല, ജോലി ഇല്ലാതെ ജീവിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ജോലിയും ജീവിതവും തമ്മിൽ ഒരു ബാലൻസ്, വർക്ക് ലൈഫ് ബാലൻസ്, ഇത് ഉണ്ടാക്കാൻ കഴിയണം. ഇതില് പ്രശ്നങ്ങൾ വരും രണ്ടു കൂട്ടരും തമ്മിൽ. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ചർച്ച ചെയ്ത്, നെഗോഷിയേറ്റ് ചെയ്ത്, കോംപ്രമൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ 3 ടാസ്ക് ആണ് ഉള്ളത്. 3 ടാസ്ക് വളരെ ക്ലിയർ ആണ്. ഈ 3 ടാസ്ക് നന്നായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് പറയാനുള്ളത്. അപ്പോ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി ഞാൻ PPT-യിലേക്ക് പോയാലോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ ടാസ്കുകളെ കുറിച്ച്? എന്തെങ്കിലും ഓക്കെ സാറേ, ഞാനൊന്ന് ഒരു അഡീഷൻ, ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഒന്ന് ഈ വീഡിയോ ഓൺ ചെയ്യോ സാറേ? എനിക്ക് വീഡിയോ ഓൺ ചെയ്യണം. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഉത്തരേന്ത്യൻ സംസ്കാരം, ഉത്തരേന്ത്യയില് സാറ് പറഞ്ഞ ഈ സെപ്പറേഷൻ ഉണ്ടല്ലോ, അത് ഇവര് ശരിക്ക് പ്ലാൻ ചെയ്തിട്ടാണ്. അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ സെപ്പറേഷൻ ഉണ്ടാവും. അതിനവർ ആദ്യം പ്ലാൻ ചെയ്യും. എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇവര് കല്യാണം കഴിഞ്ഞാല് പിന്നെ പാരന്റ്സിന്റെ കൂടെ താമസിക്കൂല. അതിന് മുന്നേ തന്നെ പാരന്റ്സോ അല്ലെങ്കിൽ അവരെ ഹസ്ബൻഡും വൈഫും തന്നെ പ്ലാൻ ചെയ്ത് ഒന്നുകിൽ വീടെടുക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കും, അല്ലെങ്കിൽ വീട് തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് ഇവിടെ. അതിന് ഒരു കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ കൂട്ടുകുടുംബത്തിലാവുമ്പോൾ അമ്മായിമ്മ മരുമകള് തമ്മിലുള്ള പ്രശ്നങ്ങള്, പിന്നെ നാത്തൂന് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യു പിയിലാണ് ഞാൻ പറയണത്. യു പി, ബീഹാർ പ്രദേശങ്ങളിൽ കല്യാണം കഴിഞ്ഞ ഒരുമിച്ച് താമസിക്കാറില്ല. ഇവര് ഫാമിലി ആയിട്ട് ഇവര് ഹസ്ബൻഡും വൈഫും ഒന്നുകിൽ ഫ്ലാറ്റില് അല്ലെങ്കിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു കിച്ചണും ഒരു വീടൊക്കെ ആയിട്ട് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ തന്നെ താമസിക്കുന്ന ഒരു പതിവുണ്ട്. അതിന് പ്രധാനമായും സക്സസ് ആകാൻ കാരണം ഇവിടെ 25-30 വയസ്സായ പെൺകുട്ടികളാണ് കല്യാണം കഴിക്കാറുള്ളത്. ഇമ്മച്ചുവറായ 20-ഉം 22-ഉം ജോലിയൊന്നും ഇല്ലാതെ ആരും കഴിക്കൂല. അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ 30 to 35 to 40 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് കല്യാണം കഴിക്കുക. ജോലിയൊക്കെ കിട്ടി കുറെ പണമൊക്കെ സമ്പാദിച്ച് ഫ്ലാറ്റ് ഒക്കെ എടുത്തതിന് ശേഷം കഴിക്കാറുള്ളൂ. അതാണ് അതിന്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ അതിന്റെ ശേഷം കഴിക്കുള്ളൂ. നല്ല മെച്ചുവറായ ആളുകളാണ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഇതുണ്ടാവും. സാധനം വാങ്ങാൻ പോകാനുള്ള കഴിവും ഫാമിലി കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാ കഴിവുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഫാമിലി വീട്ടിലൊന്നും പോകില്ല. എല്ലാം ഇവരെന്നെ മാനേജ് ചെയ്യും.
ചിലപ്പോൾ അവർ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ ഇവരെ വീട്ടിൽ തന്നെയല്ല എല്ലാ കാര്യങ്ങളും. നമ്മളവിടെയാണെങ്കിൽ അമ്മന്റെ വീട്ടിൽ പോയാണ് സാധാരണ പ്രസവം, രണ്ടാമത്തെ മറ്റേ പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ഡിപ്പെൻഡ് ആയിട്ടാണ്. ഇവിടുത്തെ ആളുകൾ കംപ്ലീറ്റ് അത് മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ വീട്ടിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അമ്മായിമ്മ പോര്, മാത്തൂര് പോര്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കിയ നല്ലൊരു ഹെൽത്തി എന്നും ഉമ്മ വാപ്പ എന്നുള്ള അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുന്നേ തന്നെ അവർ സെപ്പറേറ്റ് ആയിപ്പോയി. മറ്റത് എല്ലാവരും ഈ പ്രശ്നങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അവിടെ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ വൈരാഗ്യങ്ങൾ കാലാകാലം നിലനിൽക്കും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു സർ. ശരിയാണ്, നല്ല കോൺട്രിബ്യൂഷൻ. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി PPT-യിലേക്ക് പോട്ടെ. സാബ് സാർ ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്യും സാർ, ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്നുണ്ട് എന്റെ സ്ക്രീൻ? കാണാം സാർ, കാണാം. ഓക്കെ, കാണാം അല്ലെ? അപ്പൊ ഇതാണ് വിഷയം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മെരിറ്റൽ എൻറിച്ച്മെന്റ് അല്ലെ, വിവാഹം സ്വർഗമാക്കൽ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അത് ഒരു സേഫ്റ്റി വാൾവാണ് ഡിപ്രസ്ഡ് കപ്പിൾസിന്. അതായത് സേഫ്റ്റി വാൾവ് നമുക്കറിയാം അല്ലെ, വല്ലാതെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ തകരാറ് വരരുത് മെഷീൻ അല്ലെ. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾവ് തന്നെ തുറന്നു പോകും. അങ്ങനെ ഈ വൈവാഹിക ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ഒരു സേഫ്റ്റി വാൾവാണിത്. പിന്നെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർക്കും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനും കൂടിയാണിത്. നെക്സ്റ്റ്, ഇതെന്താണ്? ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഫാമിലി തെറാപ്പിസ്റ്റ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളാകുന്നതിന്റെ മുന്നേ പരിഹരിക്കാൻ, അതാണ് ചെയ്യുന്നത് ഇവിടെ. എന്നിട്ടോ വരാൻ പോകാൻ സാധ്യതയുള്ള വിഷമങ്ങളെ കൈകാര്യം ചെയ്തിട്ട് അതിനുള്ള വൈദഗ്ധ്യം ദമ്പതിമാർക്ക് കൊടുക്കുന്നു. അതിനോടൊപ്പം അതിനുള്ള ഇൻസൈറ്റുകളും കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു കൗൺസിലിംഗ് രൂപമാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് കൗൺസിലിംഗ് അറിയുന്നവർക്ക് അറിയാം, ഇൻസൈറ്റ് നൽകുക എന്ന പ്രോസസ്സ് കൗൺസിലിംഗിന്റെ ഭാഗമാണ്. അങ്ങനെ കൗൺസിലിംഗ് ചെയ്താൽ അതുപോലെ തന്നെ വൈദഗ്ധ്യവും കൊടുക്കും. നമ്മളിപ്പോ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഒന്നും അറിയാതെ അങ്ങ് ഈ രംഗത്തേക്ക് നീങ്ങാണ്. അങ്ങനെയല്ലാതെ അവർക്കൊരു ഉപാധി കൊടുക്കണം. അപ്പൊ ഇതാണ് നടക്കുന്നത്. സേഫ്റ്റി വാൾവ് അറിയാലോ അല്ലെ, കുക്കറിലെ സേഫ്റ്റി വാൾവ് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെ, അതിന്റെ പ്രവർത്തനം നമുക്കറിയാം. നേരത്തെ പറഞ്ഞ ഒന്നും കൂടി മലയാളത്തിലാക്കി പറഞ്ഞതാണ്. അതായത് ദുരിതമുള്ളവർക്ക്, വൈവാഹിക ദുരിതമുള്ളവർക്ക് ഇതൊരു സേഫ്റ്റി വാൾവാണ്. അല്ലാത്തവർക്ക് ഭാവിയിലേക്കുള്ള പ്രിവെൻഷനാണ്, പോസിറ്റീവ് പ്രിവെൻഷനാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ക്ലാരിറ്റി വിഷമം ഉണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യിക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം. ഇത് തുടങ്ങിയത് 1938 ഡേവിഡ് മെയ്സ് അങ്ങനെയുള്ളൊരു ആളാണ് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം മാരേജ്, ആരെങ്കിലും ഇവിടെ മാരേജ് കൗൺസിലിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ട്? മെരിറ്റൽ കൗൺസിലിംഗ്, വൈവാഹിക, അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടോ ഇവിടെ ഇപ്പൊ? തീർച്ചയായും ഉണ്ട് സാർ. ഉണ്ടല്ലേ? അപ്പൊ അറിയാമല്ലോ അല്ലെ, ഇത് ആദ്യത്തെ ഗൈഡൻസ് സെന്റർ തുടങ്ങിയതും ആ കാലത്ത് ഫസ്റ്റ് മാരേജ് 1938 അല്ലെ. അപ്പൊ മെരിറ്റൽ എൻറിച്ച്മെന്റിന് ഈ കുറെ മെത്തേഡ് ഉണ്ട്, കുറെ പദ്ധതികൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ട് 38-ന് ശേഷം. അതില് ഒന്നാണ് ACMA, അസോസിയേഷൻ ഫോർ കപ്പിൾസ് ഇൻ മാരേജ് എൻറിച്ച്മെന്റ്, മാരേജ് എൻകൗണ്ടർ, കപ്പിൾ കമ്മ്യൂണിക്കേഷൻ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, റിലേഷൻഷിപ്പ് സ്കിൽസ്, പ്രിവെൻഷൻ ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്, PREP, പേയേഴ്സ്, ACME എന്നൊക്കെ പറയുന്ന കാര്യം. ഓരോന്നും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പൊതുവായിട്ട് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ സയന്റിഫിക് മെത്തേഡ്സ് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെല്ലാം, പക്ഷെ എല്ലാം പൊതുവായിട്ട് ഒന്ന് തന്നെയാണ്. പക്ഷെ ഓരോന്നും ഓരോ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ള വ്യത്യാസമുണ്ട്.
അപ്പോ നമ്മൾ ഇത് എന്താണെന്ന് പഠിക്കും, എങ്ങനെയാണെന്ന് പഠിക്കും, ആർക്കാണെന്ന് ഉപയോഗപ്പെടാന്ന് പഠിക്കും, ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് പഠിക്കും, പ്രൊസീജിയർ പഠിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അജണ്ടയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 50% ഇന്ററാക്ഷനിൽ മുന്നോട്ട് പോകും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇന്ററാക്ഷൻ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതുവഴി അത് കറക്റ്റ് ചെയ്യാനാണ് ഇതിന്റെ പ്രിവെന്റീവ് ഇന്റർവെൻഷൻ ആണിത്. എന്താണ് ആവശ്യം? റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക, വൈവാഹികമായുള്ള ജീവിതത്തിലെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കല്. പിന്നെ ഒന്ന് നെഗറ്റീവായുള്ള കാര്യം ഇല്ലാതാക്കല് അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? വൈവാഹിക സംരക്ഷണങ്ങൾ, പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് വിവാഹങ്ങളിൽ പലതും, അതൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക, റീഇൻഫോഴ്സിങ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. പിന്നെ ഇത് ഈ മേൽപ്പറഞ്ഞ ലക്ഷ്യത്തിനായി വൈവാഹികതകളും മിന്നുകളും മുൻകൂട്ടി കണ്ട് തടയുക. നമുക്കറിയാം വൈവാഹിക മെരിറ്റൽ ഡിസ്ട്രസസ്, ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയായത്? ഇത് തുടങ്ങുന്നത് ആദ്യം ഒരു ചെറിയ നിസ്സാര പ്രശ്നമായിരിക്കും അല്ലെ, അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അതൊരു ഡിഫിക്കൽട്ടി, വൈവാഹിക വിഷമതകളെ ഉണ്ടാവുന്നുണ്ടോ തുടക്കത്തിലെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് സഹിക്കാൻ പറ്റാത്ത വരും. അതിനാണ് ഡിസ്ട്രസ്, ദുരിതം, വൈവാഹിക ദുരിതമായിട്ട് മാറുന്നത്. ആ വൈവാഹിക ദുരിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് രണ്ടുപേര് പരസ്പരം തമ്മിൽ ഒന്നിച്ച് നിൽക്കേണ്ട രണ്ട് വ്യക്തികൾ തമ്മിൽ ഭിന്നതകൾ ഉണ്ടാകുന്നു. ഡിസ്കോഡ്, CHORD ആണ് ഒരു സ്പെല്ലിംഗ്, Hന്റെ മിസ്റ്റേക്ക്. അപ്പോ അത് ഉണ്ടാവുന്നു. ഇതിന് ശേഷമാണ് ഡിവോഴ്സ് സംഭവിച്ചിട്ട് വിവാഹബന്ധങ്ങൾ തകരുന്നത്. അപ്പോ ഇത് ഈ ദുരിതത്തിലെത്തിയിട്ട് ഡിസ്കോഡ് ആവുന്നതിന്റെ മുൻപ് തന്നെ നമ്മൾ ചെറിയ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ, സ്മൈൽഡ് ഡിസ്കസ് അല്ലെങ്കിൽ ഡിസ്കസ് ഒട്ടുമില്ല, വെറും ഡിഫിക്കൽട്ടി മാത്രമേ, അതായത് വൈവാഹിക വിഷമതകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഘട്ടത്തിൽ അത് ഇല്ലാതാക്കലും പിന്നെ ഇനി വരാൻ പോകുന്ന വൈവാഹിക വിഷമതകള് അതുപോലെ വൈവാഹിക ദുരിതങ്ങള് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് രീതിയാണ് പ്രിവെന്റീവ് ഇന്റർവെൻഷനായ ഈ മെരിറ്റൽ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? ഓക്കെ സാർ, കുഴപ്പമില്ല. ക്ലിയർ അല്ലേ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഈ ഇതില് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? കുറെ കാര്യങ്ങൾ എഴുതിയിട്ടില്ലേ? പരസ്പരം മാത്രമുള്ള ആശ്രയം. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറയാമോ? രണ്ടുപേരും അധ്വാനിക്കുന്ന ചുറ്റുപാട്, റിസ്ക് ഫാക്ടേഴ്സ് അല്ലേ? ആശയവിനിമയ പോരായ്മ, വിവാഹത്തിലെ കുറഞ്ഞ പോസിറ്റിവിറ്റി, കുടുംബകാര്യങ്ങളിൽ അന്യരുടെ സഹായം അംഗീകരിക്കുന്നില്ല. പിന്നെന്താ? മെരിറ്റൽ തെറാപ്പി ഒരു ടാബുവാണ്, കൂട്ടുകുടുംബം ഇല്ലാതായി, നഗരവൽക്കരണം വർദ്ധിക്കുന്നു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട്? 9 കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈവാഹിക പ്രശ്നങ്ങൾ കൂടുന്നതിന്റെ കാരണമാണ് ഇതൊക്കെ. വൈവാഹിക പ്രശ്നങ്ങൾ ഇന്ന് കൂടുതലാണ്, വിവാഹ സംതൃപ്തി ഇന്ന് കുറവാണ്, പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. അതിനുള്ള കാരണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ആദ്യത്തെ കാരണം വളരെ വ്യക്തമാണ്, പരസ്പരം മാത്രമുള്ള ആശ്രയം. എന്താ? കൂട്ടുകുടുംബം ഇല്ലേ ഇപ്പോ അല്ലെ, അണുകുടുംബങ്ങളാണ്, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ആർക്ക് അവരെന്നെ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യണം, മറ്റാരും സോൾവ് ചെയ്യാൻ അവർക്കില്ല. അപ്പൊ പരസ്പരം ആശ്രയിക്കാൻ നിവൃത്തിയുള്ളൂ. അതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പിന്നെ രണ്ടുപേർക്കും അധ്വാനിച്ചാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും, അതൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ വീട്ടുകാരും ഭാര്യയും, പുറമെയുള്ള കാര്യം ഭർത്താവും നോക്കും. അത് ഒരു ആ അഡ്ജസ്റ്റ്മെന്റ് ഈസിയാണ് അപ്പൊ അങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു, നീണ്ട മണിക്കൂറുകൾ ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതന്നെ. പിന്നെ 4ാമത്തെ പ്രശ്നം വളരെ വലിയൊരു പ്രശ്നമാണ്. ഒരുവിധം വൈവാഹിക പ്രശ്നങ്ങൾക്ക് എല്ലാം മാക്സിമം കാരണം ഇതാണ്, ആശയവിനിമയ പോരായ്മയാണ്. എഗ്രി ചെയ്യുന്നോ? കേൾക്കുന്നവരെ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ പറയണം. കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലമാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. എഗ്രി ചെയ്യുന്നു. നമുക്ക് അതിനെ കുറിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോ അതിന്റെ പോരായ്മ ഇപ്പൊ കൂടിയിരിക്കുകയാണ്, കമ്മ്യൂണിക്കേഷൻ പോരായ്മ കൂടിയിരിക്കുകയാണ്. കാരണം സമയമില്ല പരസ്പരം സംസാരിക്കാൻ. നേരത്തെ പറഞ്ഞു, രണ്ടുപേരും അധ്വാനിക്കുന്നവർ നീണ്ട മണിക്കൂർ ജോലി. പിന്നെ ദാമ്പത്യ സമയം എത്രയല്ല അവർക്ക്? അതാണ് ചോദ്യം. അതാണ്. അപ്പൊ ആശയവിനിമയം നടത്താനും പറ്റുന്നില്ല, ക്ഷീണിച്ച്. അല്ലെ, നമുക്ക് വേറെ ഒന്നും കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ഇനി വിവാഹം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പോസിറ്റിവിറ്റി ഇപ്പൊ കുറഞ്ഞു വരികയാണ്. അതിന്റെ ആ ഒരു കാര്യങ്ങളിലെ
ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നന്മാവശങ്ങൾ കുറഞ്ഞു വരികയാണ്. അതാണ് സത്യമാണ്. പിന്നെ നമ്മള് ആരും ഒരു കുടുംബകാര്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു വൈവാഹിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ അതിൽ ഇടപെടുത്തില്ല, മറ്റൊരാളോട് പറയുകയുമില്ല. അത് ഇടപെടാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ബുദ്ധിമുട്ടായിട്ട് പിന്നീട് പോവുക ചെയ്യാം. അതായത് അംഗീകരിക്കുന്നില്ല നമ്മൾ ആ കാര്യങ്ങൾ. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഇനി എന്താണുള്ളത്, ഒരാള് പരസ്പരം ഭാര്യയുടെ പ്രശ്നം ഭർത്താവും പരിഹരിക്കണം, ഭർത്താവിന്റെ പ്രശ്നം ആളും പരിഹരിക്കണം. അതൊരു വഴിയുണ്ട് ഇന്നത്തെ കാലത്ത്. പിന്നെയുള്ള ഒരു വഴിയുണ്ട് മെരിറ്റൽ തെറാപ്പി. ഞാനിപ്പോ പറയുന്നത് തെറാപ്പി എന്ന് പറയുന്നത് തെറാപ്പി വേണ്ട, ഇല്ലാത്ത അവസ്ഥയിൽ ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു കൗൺസിലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുക, തെറാപ്പി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഭയങ്കര വിലക്കുകളല്ലേ, അതല്ലേ? ഭ്രാന്തന്മാരാണ് കൗൺസിലിംഗ് അല്ലെ. അതുപോലൊക്കെ ഒരു ടാബ് വെച്ചിട്ടുണ്ട്, വിലക്കുകളെ സമൂഹം കൊടുക്കുന്നുണ്ട്. അതും ഈ പ്രശ്നങ്ങളുടെ കാരണമാണ്. കൂട്ടുകുടുംബം ഇല്ലാതായി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, നഗരവൽക്കരണം വർദ്ധിക്കുന്നുണ്ട്. നാട്ടിൻപുറത്തിന് ചില നന്മകളുണ്ട്. ആൾട്രൂയിസം, അതായത് പരോപകാരിത്വം, ഇതൊക്കെ കൂടും നാട്ടിൻപുറത്തിന് പല ഗുണങ്ങളുണ്ട്. അതായത് അവര് തമ്മിൽ ആശയവിനിമയം കൂടും, മനുഷ്യർ തമ്മിൽ. ഇത് അതെ, പരോപകാരിത്വം, പരസ്പരം സഹായിക്കുക എന്നുള്ള മനസ്ഥിതി കുറവാണ് നഗരത്തിന്. പക്ഷെ ആ നഗരവൽക്കരണമാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത്. ഇതിൽ ആർക്കെങ്കിലും വിമർശനങ്ങളുണ്ടോ? പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഏഡ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. സാർ, ഈ നാട്ടിൻപുറത്ത് സാറ് പറഞ്ഞ പോലെ നഗരവൽക്കരണം ആകുമ്പോ മതിലുകൾക്ക് ഉള്ളിൽ ആരും അറിയാത്ത ഒരു സംസ്കാരം ഉള്ളത്, അന്യോന്യം. നാട്ടിൻപുറത്താകുമ്പോ നമ്മള് പിന്നെ ഒന്നും വേണ്ട, ഒരു വാഴ വെട്ടിയാല് അതിന്റെ വാഴക്കൂമ്പൊക്കെ ആകുമ്പോ അടുത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കൊണ്ടുപോയിട്ട് ദൈവമൊക്കെ വെച്ചു കൊടുത്തേ, നല്ലതാണ് ഗർഭിണികൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുക. പിന്നെ അമ്മൂമ്മമാരുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള സംസ്കാരമെല്ലാം ഉണ്ട് സാറേ. അതിപ്പോ ഇല്ല. ഇപ്പോ നാട്ടിൻപുറം എന്ന് പറയാൻ, പ്യുവർ ആയിട്ട് നാട്ടിൻപുറം എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറം ഇപ്പൊ ഇവിടെ കേരളത്തിലില്ല അല്ലെ. ചിലപ്പോ ഉത്തരേന്ത്യയിലൊക്കെ സാറ് പറഞ്ഞ പോലെ, അബ്ദുൽ കരീം സാറല്ലേ പറഞ്ഞു അല്ലെ, അതുപോലെ ഉത്തരേന്ത്യയിൽ അല്ല. ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നില്ല, തർക്ക വിഷയങ്ങളാക്കുന്നില്ല ഒന്നും. അങ്ങനെ കുറവാണല്ലോ. നഗരവൽക്കരണം എല്ലായിടത്തും വർദ്ധിക്കുകയാണ്, അതിന് സംശയമില്ലാത്ത കാര്യം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുകൂലമായിട്ടോ ഏഡ് ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു 50% ചർച്ചകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക. ഇന്ററാക്ഷൻസ് നമുക്ക് വേണം. ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് റോയ് സാർ പറഞ്ഞത് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് അല്ലെ. അതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? വൈവാഹിക ദുരിതം, മെരിറ്റൽ ഡിസ്ട്രസിന്റെ വിത്തുകൾ ആദ്യത്തെ ഘട്ടങ്ങളിലാണ്, വിവാഹത്തിന്റെ ആദ്യത്തെ ഘട്ടങ്ങളാണ്. ആദ്യത്തെ കൊല്ലം തന്നെ തുടങ്ങും. ഡീവിയേഷൻ ആദ്യത്തെ കൊല്ലം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനും കാരണമുണ്ട് അല്ലെ. ഈ മെരിറ്റൽ കൗൺസിലിംഗ് പഠിച്ച ആൾക്കാരുണ്ടെന്ന് പറയുന്നല്ലേ. സാർ പഠിച്ചാണോ? അപ്പൊ അറിയാം സാറിന് ആ ഘട്ടങ്ങളൊക്കെ അല്ലേ. സാർ ആ ഘട്ടങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹണിമൂൺ ഘട്ടം, കോർട്ട്ഷിപ്പ് പീരിയഡ് അല്ലെ, അങ്ങനെയൊക്കെ അല്ലേ. ആദ്യം പ്രണയ കാലഘട്ടം, പിന്നീട് ഹണിമൂൺ ഘട്ടം അല്ലെ, എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ അല്ലേ അല്ലെ. നഴ്സറി ഘട്ടം, പിന്നീട് അത് കഴിഞ്ഞിട്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു കൊല്ലത്തിന് തന്നെ പ്രശ്നങ്ങളുടെ ഒരു തുടക്ക രൂപം ഉണ്ടാവും. ആ സമയത്ത് തുടങ്ങുന്നുള്ളൂ. അപ്പൊ അത് പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അഥവാ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആ പ്രശ്നം അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ ആ പ്രശ്നം ദൃഢമായിട്ട് സ്വഭാവമായി മാറിയിട്ട് അത് വലിയ വലിയ ദുരിതങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ രോഗാതുരമായ ഇടപെടൽ പ്രകൃതങ്ങൾ, അതിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ഇന്ററാക്ഷണൽ പാറ്റേൺസ് സ്വഭാവമാകുന്നതിന് മുൻപ് റോയ് സാർ പറഞ്ഞ പോയിന്റാണ്. ഇത് വിവാഹത്തിന്റെ ഏത് തരത്തിലും നടത്താവുന്നുള്ളൂ. ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് കഴിഞ്ഞിട്ടില്ല, ദുഃഖിക്കേണ്ട കാര്യം ഏത് ഘട്ടത്തിൽ നടത്താം. പക്ഷെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് നടത്തുന്ന സമയത്ത്, അവസാന ഘട്ടം ഞാൻ ഉദ്ദേശിച്ച ഇന്റർനാഷണൽ പാറ്റേൺ റിജിഡ് ആകുന്നതിന്റെ അവസാന ഘട്ടം എന്നാണ് ഉദ്ദേശിച്ചത്.
അതല്ലെങ്കിൽ അത് സ്വഭാവമാകുന്നതിന്റെ അവസാനം. സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പോവാ ചെയ്യണത്. ഞാനത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അതായത് ഈ വഴക്ക് കൂടുന്ന ദമ്പതികളില് നമുക്കറിയാം സ്റ്റാർട്ട് എൻഡ്, ഇതൊരു പാറ്റേണില്ല. ഇവിടെ നിന്ന് ഇതേ രീതിയിൽ തുടങ്ങും, അതേ രീതിയിൽ അവസാനിക്കും. ഒന്നുമില്ലെങ്കിൽ ഭർത്താവ് ഇന്ന കാര്യം ചെയ്യും അവസാനത്തില്, അല്ലെങ്കിൽ ഭാര്യ ഇന്ന കാര്യം ചെയ്യും, അങ്ങനെ അവിടെ തീരും. എന്നിട്ട് വീണ്ടും രാവിലെ തുടങ്ങും വ്യത്യാസം. അങ്ങനെയൊക്കെയാണ് ഈ പാറ്റേണുകളായിട്ടാണ് വരുന്നത് ഇത് ഇടപെടൽ പ്രകൃതങ്ങൾ. നമുക്കറിയാതെ നമ്മള് ശരിക്ക് നമ്മള് സ്വയം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ ഇന്ററാക്ഷണൽ പാറ്റേണെ കുറിച്ച്. ഓരോരുത്തരുടെ ഇന്ററാക്ഷണൽ പാറ്റേണിനെ കുറിച്ച് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് എന്റെ ഭർത്താവിന്റെ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ററാക്ഷണൽ പാറ്റേൺ, അത് തുടങ്ങുന്നതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കും, എൻഡ് ചെയ്യുന്നതിന്റെ ഒരു വ്യവസ്ഥ. അതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അത് ഒരേ രീതിയിൽ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. അതാണ് പാറ്റേൺ, പ്രകൃതം. അപ്പൊ ഇതാണ് നമ്മൾ സ്വഭാവമായിട്ട് പറയുന്നത്. അത് ഭർത്താവ് അങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അല്ലെ, അദ്ദേഹം അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ രക്ഷ, അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെ, അവൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോണത്. വിവാഹ ദുരിതത്തിന്റെ സംസാരങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ കറക്റ്റ് ട്രാൻസിഷൻ സ്റ്റേജിലും നടത്തുന്നതിലാണ് സാബു സാറ് പറഞ്ഞിട്ടുള്ള ഈ കാര്യം. പ്രണയ കാലഘട്ടം, വിവാഹം, പിന്നെ ഹണിമൂൺ, അല്ലെ, പിന്നെ കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ് ആ സ്റ്റേജുകൾ. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോ ഇത് നടത്തേണ്ടതാണ്, എൻറിച്ച്മെന്റ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ നടത്തേണ്ടതാണ്. ഇതാണ് പറഞ്ഞു വന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാണ്ടോ, കോൺട്രിബ്യൂട്ട് ചെയ്യാനോ വിമർശിക്കാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആപ്റ്റല്ലേ. ഓക്കെ, ഇനി ടാസ്കുകൾ ഞാനിപ്പോ സംസാരിച്ച വിഷയമാണ് കേട്ടോ. അത് ഇത് പ്രധാനപ്പെട്ട കാര്യം. അതായത് വീണ്ടും വീണ്ടും ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്ന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പലതും പറഞ്ഞിട്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ചർച്ച ചെയ്തു. വൈവാഹിക ഉപവ്യവസ്ഥ രൂപീകരിക്കണം. സബ് സിസ്റ്റം, രണ്ട് ഫാമിലികൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞു. വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇവിടെ സാമുദായിക സംഘടനയുടെ ഒരു മാരേജ് ബ്യൂറോ തുടങ്ങുകയാണ്. നല്ലൊരു പ്രബലമായ സമുദായ സംഘടനയാണിത്. അവര് ആരെ ഇതൊന്നും പറയുന്നില്ല. അവരുടെ നോട്ടീസിൽ അവർ എഴുതിയിരിക്കുകയാണ്, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കമല്ല, അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള എന്താണ് ദൃഢബന്ധം, അതിനും കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോ അത് എന്താണത് ശരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹം പറയുന്നത് നല്ലതാണല്ലോ അതിന്റെ അർത്ഥം, അല്ലെ? അതാണത്, അല്ലെ? അപ്പൊ എന്താണ് ജീവിതത്തില് ടാസ്ക്? ഇങ്ങനെ ദൃഢബന്ധം ഉണ്ടാക്കുന്നതാണോ ടാസ്ക്? ഇവർ രണ്ടുപേരും രണ്ട് കുടുംബത്തിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണികളായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അത് ദൃഢമാക്കണം എന്നൊക്കെ എന്നുള്ളതാണോ ഇവരുടെ ഉദ്ദേശം, ഇവരെ കൊണ്ടുള്ള ഉദ്ദേശം, വിവാഹം കൊണ്ട് ഉദ്ദേശം? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതാണ് വിഷയം. അപ്പൊ എന്തായാലും ഉപവ്യവസ്ഥ എന്ന് പറയുമ്പോൾ സബ് സിസ്റ്റം, അതായത് ഞാൻ പറഞ്ഞ ഇത് വിശദീകരിച്ച വിഷയമാണ്. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു കുടുംബം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വിവാഹം. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് മാറിയിട്ട് വേറൊരു കുടുംബം അവരുണ്ടാക്കുന്ന പ്രക്രിയ. അപ്പൊ അത് ആ രീതിയിൽ പുരോഗമിക്കാൻ രണ്ട് കുടുംബം അനുവദിക്കണം. അതാണ് ഉപവ്യവസ്ഥ രൂപീകരണം. അത് കുടുംബത്തിന്റെ അകത്ത് തന്നെയാണ്. ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിലും ആ കുടുംബത്തിന്റെ ഭാഗമാകാതെ, അല്ലെങ്കിൽ ആയിക്കൊണ്ട് മറ്റൊരു കുടുംബമാകാൻ അവർക്ക് പറ്റണം. അതാണ് ശരി. അതാണ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കുടുംബം പോലെ അവർ വളരാൻ അവർക്ക് കഴിയണം. ഏത് നിമിഷവും മാറാൻ പറ്റുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. ഇതാണ് ഉപവ്യവസ്ഥ. അത് അവര് കുടുംബമായിട്ട് തന്നെ വളരും. അത് ഇപ്പോ വിവാഹത്തിന്റെ ജീവിതത്തിന്റെ ടാസ്കുകൾ ചെയ്യേണ്ടത് ഈ കല്യാണം കഴിക്കുന്നവരുടെ അച്ഛനും അമ്മയല്ല, കല്യാണം കഴിക്കുന്നവരാ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും റോളില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റേ മൂല കുടുംബത്തിന് റോളൊന്നുമില്ല. ഈ വൈവാഹിക റോളുണ്ട്, അതിന് പിന്തുണ കൊടുക്കാൻ എന്നുള്ള റോളാണുള്ളത്. സപ്പോർട്ട് തം, അതാ മാത്രമേ അവർക്ക് റോളുള്ളൂ.
അവർ സ്വയമാണ് അത് ഉണ്ടാക്കേണ്ടത്. അവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അത് അവരുണ്ടാക്കണം. കുടുംബമായിട്ട് തീരാനുള്ള, മറ്റൊരു കുടുംബമായി തീരാനുള്ള പ്രക്രിയ അവർക്ക് ചെയ്യാൻ കഴിയണം. അതാണ് വേണ്ടത്. അത് ഞാൻ ഇപ്പോഴും ആ കുടുംബത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവൾ എപ്പോഴും ആ കുടുംബം, അതല്ല. അത് ടാസ്ക് അല്ല. ടാസ്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് ടാസ്ക്. ഇനി ആരോഗ്യപരമായ വേർപാട്, മൂലകുടുംബങ്ങളും ആണല്ലോ അവര്, മറ്റുള്ളവര്. അവരുടെ കുടുംബം അല്ല എന്ന് പറയുന്നത് അവരുടെ മൂലകുടുംബം എന്ന് പറയുമ്പോൾ അർത്ഥം ഫാമിലി ഓഫ് ഒറിജിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. അതിന്റെ അർത്ഥം എന്താ? അവർ വന്ന കുടുംബമാണത്. അതാണ് ഫാമിലി ഓഫ് ഒറിജിൻ, അതാണ് മൂലകുടുംബം. അപ്പൊ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം, എന്റെ മുന്നത്തെ കുടുംബം എന്റെ മൂലകുടുംബം ആവുന്നുള്ളൂ, എന്റെ കുടുംബം തന്നെ ആവുന്നില്ലത്. ഇപ്പൊ പലരും സംസാരിക്കാതെ അതാണ് എന്റെ കുടുംബം, ഇത് അവളുടെ കുടുംബമാണ്. അല്ല, എന്റെ കുടുംബം ഞാനും എന്റെ ഭാര്യയും കുട്ടികളും അടങ്ങിയതാണ് എന്റെ കുടുംബം. അപ്പോ അതാണ് മൂലകുടുംബമായിട്ടുള്ള മാറിയ ബന്ധം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പില്, നെഗോഷിയേഷൻ. എന്താണ് ഈ നെഗോഷിയേഷൻ ഡിസ്കഷനും തമ്മിലുള്ള വ്യത്യാസം? ആരെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? ചർച്ച ചെയ്യുക, നെഗോഷിയേഷൻ അല്ലെ, ഇംഗ്ലീഷ് വാക്കാണ്. അതിന് ശരിക്കുള്ള മലയാള വാക്കില്ല നെഗോഷിയേഷന്. എന്താ വ്യത്യാസം എന്ന് പറയാവോ? ഡിസ്കസ് ചെയ്ത് ഏറ്റവും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആണോ? ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും, മറ്റാളുടെ എന്റെ അഭിപ്രായം മറ്റാൾ കേൾക്കും, മറ്റാളുടെ അഭിപ്രായം ഞാൻ കേൾക്കും, അല്ലെ? അതാണ് ഡിസ്കഷൻ, അല്ലെ? ഇനി നെഗോഷിയേഷൻ എന്ന് പറയുന്നത് എന്താ? അതിൽ നിന്ന് ഉരുത്തിരിയുന്നത് കൂടുതൽ സമന്വയമാണ്. രണ്ടിന്റെയും കൂടെ സമന്വയത്തിലേക്ക് വന്ന് സമന്വയത്തിലേക്ക് എത്തി ഒരു തീരുമാനം ഉണ്ടാക്കുക. സമന്വയത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് നെഗോഷിയേഷൻ, അല്ലെ? അല്ലെ, അതെങ്ങനെയാണ് സാറേ ഒന്ന് പറയാം, ആ പ്രക്രിയ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഞാനിത് ആവശ്യത്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, വെറുതെ അല്ല. ഇത് പറഞ്ഞല്ലോ, ഇത് ടാസ്ക് ആണ്. നമ്മുടെ ടാസ്ക് എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പറയൂ സാബു സാർ. എന്റെ അഭിപ്രായം, കൂടിയാലോചന ചർച്ചയല്ലേ മാഡം? ഡിസ്കഷൻ ആണ്. അത് ഡിസ്കഷൻ, ഇതല്ല ഡിസ്കഷൻ. കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത്, കോംപ്രമൈസ് ചെയ്യില്ല നമ്മൾ മധ്യസ്ഥനൊക്കെ കോംപ്രമൈസ് ആണ്. നെഗോഷിയേഷൻ എന്താണ്? അതായത് നെഗോഷിയേഷൻ നമ്മൾ ശരിക്ക് ബിസിനസ്സിലും അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടല്ലോ, സ്ത്രീധനത്തിലൊക്കെ നെഗോഷിയേഷൻ. മറ്റുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കോംപ്രമൈസ് ആണ്, നെഗോഷിയേഷൻ അല്ല. നെഗോഷിയേഷൻ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. നെഗോഷിയേഷൻസ് വെച്ചാല് ഉണ്ടായ ചർച്ചകൾ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അവിടെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഏത് വേണം, ഏത് അംഗീകരിക്കുന്നു, നീ അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഐക്യം, അതാണ് സമന്വയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയാണ് ശരിക്കും ഫാമിലികളുടെ ഉത്തരവാദിത്തങ്ങളും പ്രാധാന്യങ്ങളും. ഈ രണ്ട് ഫാമിലി ഉണ്ടല്ലോ, പെണ്ണിന്റെയും ആണിന്റെ, ആ രണ്ടിന്റെ ഫാമിലികളാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നെഗോസിയേഷനിലൂടെ അത് ഒത്തുതീർപ്പാക്കുക. അതേ സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ആണും ഒരു പെണ്ണും മാത്രം തീരുമാനം എടുത്ത് കല്യാണം കഴിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് ഈ ഡൈവോഴ്സ് കൂടാനുള്ള കാരണം. അതായത് ഫാമിലികൾ ഇതിൽ ഇടപെടുന്നില്ല. ഇവരൊറ്റയ്ക്ക് ലവ് മാരേജ് ആയി ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു, അവിടെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു, വേർപെടുന്നു, ഇത് വളരെ കോമൺ ആവുന്നു. അങ്ങനെ ഡൈവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഫാമിലികൾക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, അവരെ നെഗോസിയേഷനും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഓൺ ചെയ്യണം നേരത്തെ പറഞ്ഞായിരുന്നു. ധാരണ ഉണ്ടാക്കല്, തമ്മിൽ ധാരണ ഉണ്ടാക്കാം. ഞങ്ങൾ വരുമ്പോ സാറേ ഞാൻ നേരത്തെ സാറ് വീഡിയോ ഓൺ ചെയ്യണം പറ്റുമെങ്കിൽ. അതെ സാറേ, സാറ് പറഞ്ഞ വിഷയം ഞാൻ ചോദിച്ചത് ഇതായിരുന്നേ. അതായത് നമ്മൾ ചർച്ച ചെയ്യണം കേട്ടോ. ഞാനും അബ്ദുറഹ്മാൻ സാറും തമ്മിലൊരു കാര്യം ചർച്ച ചെയ്യണം. കറക്റ്റ്? അപ്പോ ഞങ്ങള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് അബ്ദുറഹ്മാൻ സാറിനോട്, ചർച്ചയും നെഗോഷിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോ സാറ് പറഞ്ഞത് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന് മുൻപേ അല്ലെ ഇത്ര കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചെയ്യണമെന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞിരുന്നു. അതാണ് അല്ലെ? അല്ലെങ്കിൽ ബാർഗെയിൻ. സാർ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട്, ഈ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, വിലപേശല് ഇല്ലേ?
നെഗോഷിയേഷൻ തമ്മിൽ വ്യത്യാസം എന്താ? ഒന്നുകൂടി നെഗോസിയേഷൻ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് വേയില് നമ്മള് ചെയ്യുന്ന, അതായത് വളരെ അതിന്റെ കുറെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ടെക്നിക്കുകളും ഹൗ ടു വിൻ ദ നെഗോസിയേഷൻ എന്നൊക്കെ പഠിച്ചിട്ടാണ് അത് ചെയ്യല്. അതേ സമയത്ത് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കടയിൽ പോയാലും മീൻ കച്ചവടക്കാരെടുത്ത് പോയാലും വളരെ റഫ് ആയിട്ടൊക്കെയാണ് നമ്മൾ ബാർഗൈൻ ചെയ്യുക. ഓക്കെ, അതെന്താ സാർ ഈ ബാർഗൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സാറേ, ഈ പരസ്പരം സംസാരിച്ചിട്ട് ഒരു ധാരണ വരുത്തലല്ലേ? ധാരണ വരുത്തലാണ് നെഗോഷിയേഷൻ. അതാണ് മാഡം പറയുന്നത്. ധാരണ വരുത്തൽ, പരസ്പരം സംസാരിച്ചൊരു ധാരണ വരുത്തലാണ്. ധാരണ വരുത്താതെ നമ്മളൊരു ഇതിൽ എത്തിച്ചേരൂലേ കാര്യത്തിലേക്ക്, തീരുമാനത്തിലേക്ക്. രണ്ടാളും എന്ത് ചെയ്യണം, ഒരു ലെവലിൽ നിന്ന് നീച്ചേ വരും. അതായത് അപ്പർ ലെവലിലാണെങ്കിൽ നമ്മൾ രണ്ടാളും ഒരു മധ്യസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലേക്ക് വരും. രണ്ടാളും കോംപ്രമൈസ് ചെയ്യും ഒരു കാര്യത്തില്. മറ്റേ രണ്ടാളും പിടിവാശിയിരിക്കുകയാണെങ്കിൽ നെഗോഷിയേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ധാരണയിലെത്തലാണ് നെഗോഷിയേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അബ്ദുറഹ്മാൻ സാറ് എന്നോട് ഇപ്പൊ പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ട്, എല്ലാവരും കേട്ട് കാണുന്നത് അല്ലെ? അതായത് ഈ കുടുംബങ്ങൾ ഉൾപ്പെടുത്താതെ പ്രേമവിവാഹമാകുമ്പോഴാണ് പ്രശ്നം കൂടുന്നത് അല്ലേ? ഒരു വലിയ കാര്യമാണ് അല്ലെ? ഞാൻ അതിനെ എതിർക്കുകയാണ് അബ്ദുറഹ്മാൻ സാറിനെ, കേട്ടോ. അപ്പോ ശക്തമായിട്ട് എതിർക്കാണ്. കുടുംബങ്ങൾ ഇടപെട്ടിട്ടാണ് ഭാര്യയും ഭർത്താക്കന്മാർക്കും പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കറക്റ്റ്. പക്ഷെ കുടുംബങ്ങൾ ഇടപെട്ട പല കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം നടത്തും. കുറയും. ഇതാണ് തിരിച്ച് സംഭവിക്കാം സാർ, തിരിച്ച് സംഭവിക്കാം. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന രണ്ട് വ്യക്തികൾ, അത് പക്ഷെ വീടുകൾക്ക് താല്പര്യമില്ലാതെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അവർ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ വേറെ ആരോടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ഡൈവേഴ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്. ഞാൻ എന്റെ ഭാഗം പറയാം. ഈ ഡൗറി പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്ന കുടുംബങ്ങൾ ഇടപെട്ടിട്ടാ, ഭാര്യയും ഭർത്താവും അല്ല, അവർക്ക് തമ്മിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അമ്മായിമ്മ പ്രോബ്ലം അത് കുടുംബങ്ങളുടെ ഇടപെടലുണ്ടാവുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അബ്ദുറഹീം സാറിനെ ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആരുടെ ഭാഗം ശക്തമായിട്ട് നിഷേധിക്കേണ്ട, അതൊരു വലിയ സാധ്യതയാണ്. ഇപ്പൊ കേട്ടോ ഇതാണ് നെഗോഷിയേഷൻ. ഇപ്പോ പിന്നെ സാബു സാർ എന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. ഞാൻ ശക്തമായിട്ട് ശരിക്കും എനിക്ക് ദേഷ്യം വരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാനൊരു ഡൗറി പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായ അല്ലെങ്കിൽ അമ്മായിമ്മ പോലെ അനുഭവിച്ച മനുഷ്യനാണ്. അതിന്റെ വിക്ടിമാണ് ഞാൻ. എന്നെ മുന്നിൽ വെച്ചിട്ടാണ് അബ്ദുറഹീം സാർ ഇങ്ങനെ പറയുന്നത്. ഡൗറീസ് പ്രോബ്ലം അറിയോ അബ്ദുറഹീം സാറിന് എന്താണ്? എന്തോ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന ചർച്ചകളാണ് നടന്നത്. പക്ഷെ ചർച്ചകളിൽ ഒരാള് പക്ഷെ അത് ഈ മോഡേൺ സൊസൈറ്റിയിലെ ഇപ്പോ മുമ്പ് ഡോവറി പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ മലബാർ ഏരിയയിലാണ് സ്വർണത്തിനൊക്കെ ഭയങ്കര വില ആയതോടുകൂടി ഇപ്പോ ഓൺലി ഒരു 10% 20% ആളുകളെ ഡോവറി സംസാരിക്കുന്നുള്ളൂ. മറ്റൊരു ഡോവറി പറയുന്നില്ല. എന്താ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കാനുള്ള കൊടുത്തോളി എന്ന് പറയും. ചിലത് അതും പറയാറില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രശ്നത്തിൽ ഈ ക്ലാസ്സിലേക്ക് വരാം. അതായത് ഞാൻ എന്താണ് നെഗോഷിയേഷൻ എന്ന് വ്യക്തമാക്കാനാണ് ഇത്രയും പറഞ്ഞത്. അതായത് രണ്ടു കൂട്ടർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിലൊരു സാബു സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ കടുംപിടുത്തം പിടിക്കണ്ട, ഇച്ചിരി ചായന്ന് കൊടുക്കരുത്. അങ്ങനെ അയന്ന് കൊടുക്കുന്നതിന് അപ്പൊ എന്നോട് സാബു സാർ നെഗോഷിയേറ്റ് ചെയ്യണ്ടേ? എന്റെ സ്റ്റാൻസ്, എന്റെ നിലപാട് ഒരു ഇച്ചിരി അയച്ചു കൊടുക്കാൻ പറയാൻ, അതൊരു നെഗോഷിയേഷനാണ്. അപ്പൊ ഞാൻ സാബു സാറിനോട് പറയും, സാബു സാർ എന്താണ് ഈ പറയുന്നത്? സാബു സാർ ഈ പറയുന്നതിന് വല്ല ന്യായമുണ്ടോ? അപ്പൊ സാബു സാർ കൂടുതൽ എന്നോട് സംസാരിക്കും. കേട്ടോ, കുടുംബങ്ങൾ ഉണ്ടാവുമ്പോ നീ തന്നെ പറഞ്ഞില്ലേ, സാബു സാറിന് ഇങ്ങനെ ചോദിക്കാൻ എന്നോട്, നീ തന്നെ പറഞ്ഞില്ലേ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതാണ് പ്രശ്നങ്ങൾ കാരണം എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അടിസ്ഥാനം അബ്ദുൽ സാർ പറഞ്ഞതല്ലേ എന്ന്. അതപ്പോ നെഗോഷിയേഷൻ കുറച്ചും കൂടി കൂടി. ചിലരെ തമ്മിൽ പ്രേമിച്ചു സ്വയം നിയന്ത്രിക്കാനുള്ള. ഈ നെഗോഷിയേഷൻ ശേഷമാണ് ഇതിന് ശേഷമാണ് ഒത്തുതീർപ്പിലെത്താ. ഞാനും അബ്ദുറഹ്മാൻ സാറും തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തുമ്പോ കുറച്ച് കഴിഞ്ഞാല് അപ്പൊ അതിനെ ആര് നെഗോഷിയേറ്റ് ചെയ്യണം? സാബു സാർ ഇതുപോലെ നെഗോഷിയേറ്റ് ചെയ്യണം, എന്നാലേ ഒത്തുതീർപ്പിലെത്തുള്ളൂ. ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചിരുന്നു,
അല്ലെങ്കിൽ അബ്ദുൽ സാറ് അബ്ദുൽ സാറിന്റെ നിലപാടിൽ ഉറച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ തമ്മിലടി ആയിരിക്കും, വൈവാഹിക പ്രശ്നം അല്ല, ഭാര്യയും ഭർത്താവാണെങ്കിൽ വൈവാഹിക പ്രശ്നമാണ്, നമ്മൾ തമ്മിലാവും സൗഹൃദ പ്രശ്നമാവും. ഭാര്യയും ഭർത്താവുമ്പോൾ അത് വൈവാഹിക പ്രശ്നമായി മാറും. ഭാര്യയ്ക്കൊരു അഭിപ്രായം, ഭർത്താവിന് മറ്റൊരു അഭിപ്രായം. അപ്പോ അത് തമ്മിൽ രണ്ടുപേരും അതിൽ ഉറച്ചു നിൽക്കുന്നു. ആ ചർച്ച അപ്പോ വിജയിക്കില്ല നെഗോഷിയേഷൻ ഇല്ലെങ്കിൽ. നെഗോഷിയേറ്റ് ഡയലോഗ് എന്നാക്കിയാൽ പരിഹരിക്കപ്പെടുകയല്ലേ? എങ്ങനെ? ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നതിന് പകരം ഡയലോഗ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുവോ? ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ലേ മാത്രമേ ഉള്ളൂ. ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതല്ലേ ഒരു തീരുമാനത്തിലെത്തുക? അതെ, സംസാരിക്കണം, സംസാരിക്കുന്നത് ചർച്ചയാക്കണം. സംസാരിച്ചാൽ മാത്രം പോലെ ചർച്ചയാക്കണം. സംസാരം ചർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മുൻവിധി കൂടാതെയുള്ള ചർച്ച, ഡയലോഗ്. അതെ, ചർച്ച വേണം, ചർച്ചകളിൽ നെഗോഷിയേഷൻ വേണം. നെഗോഷിയേഷനില് ഒരു ഇത്തിരി വിട്ടുകൊടുക്കണം ഒരാള്, മറ്റാളും അതുപോലെ ഇത്തിരി വിട്ടുകൊടുക്കുക. രണ്ടുപേരും ഇത്തിരി ഇത്തിരി വിട്ടുകൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാടൊന്നും വിട്ടുകൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇത്തിരി ഇത്തിരി വിട്ടുകൊടുക്കണം, അതിനാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തിരി ഇത്തിരി വിട്ടുകൊടുത്തിട്ട് കോംപ്രമൈസിലെത്താം. ഇതാണ് ഉദ്ദേശം. പരസ്പരം വിട്ടുവീഴ്ചയിൽ കോംപ്രമൈസിൽ കാര്യങ്ങൾ നടക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതാണ് നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുമല്ലോ. ഇങ്ങനെ എല്ലാ വിവാഹ ബന്ധങ്ങളും നടക്കുന്നത്, വൈവാഹിക ജീവിതത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഡിസ്കഷനും ഇല്ല, ഒന്നുമില്ല, നെഗോഷിയേഷനും ഇല്ല, ഒത്തുതീർപ്പില്ല. ഇതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകും. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ടാസ്ക് ഒഴിവ് സമയം തീരുമാനിക്കണം. ഒഴിവ് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടു കൂട്ടരും ചേർന്ന് തീരുമാനിച്ച് തീരൂ. ഇതുപോലെ തീരുമാനിക്കണം. ചർച്ച ചെയ്യണം, നെഗോഷിയേറ്റ് ചെയ്യണം. അതായത് ഭാര്യ ഒരു പക്ഷെ പറയും ഒഴിവ് സമയത്ത് എനിക്ക് സിനിമ കാണണം, ഭർത്താവ് പറയും എന്ത് സിനിമയല്ല, ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, എനിക്ക് അതിന് പോകണം. രണ്ട് തമ്മിൽ വ്യത്യാസമായി. അപ്പോ നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സിനിമ കണ്ടിട്ട് നമുക്ക് രണ്ടുപേരും കൂടി ഒന്നിച്ച് പോകണ്ടേ, എന്നാലല്ലേ കുടുംബം ഇതാവുള്ളൂ, ദമ്പതികളാവുള്ളൂ അല്ലേ? അങ്ങനല്ലേ? ഒറ്റയ്ക്ക് നീ സിനിമയ്ക്കും പോയിക്കോ, ഞാൻ ക്രിക്കറ്റ് മാച്ചിനും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദാമ്പത്യ സമയം കുറയും അല്ലേ? അപ്പൊ വേറൊരു കാര്യം അപകടത്തിലാവും വൈവാഹിക ജീവിതത്തില്. അങ്ങനെയൊക്കെ സംഭവിക്കണം. അപ്പൊ ഒഴിവ് സമയം നമ്മൾ ചർച്ച ചെയ്തിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് രണ്ടുപേരും ഒന്നിച്ചു പോകാനുള്ള ഒരു അവസരം. നമുക്കിതിൽ ഒരു കാര്യം ചെയ്യാം. രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞു, അത് തമ്മത്തല്ലാതെ നമുക്കിങ്ങനെ പറയാം, നീ സിനിമയ്ക്ക് പോവാം, ഇതിന്റെ സമയത്ത് തന്നെ സിനിമയ്ക്ക് പോകണമെന്നില്ലല്ലോ. ക്രിക്കറ്റ് മാച്ചിന്റെ സമയത്ത് ക്രിക്കറ്റ് മാച്ചും കാണാം, സിനിമ കാണാം. അപ്പൊ കറക്റ്റ്. അപ്പൊ ഒരു ഒത്തുതീർപ്പായി. അങ്ങനെ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പ് വരുത്തണം. സാമൂഹ്യ ജീവിതം എന്തൊക്കെയാണ് സമൂഹത്തിൽ? സാമൂഹ്യ ജീവിതം നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഇന്ന ഇതിന് പോകണം, മീറ്റിങ്ങിന് പോകണം. അങ്ങനെ കുറെ സമൂഹത്തിനായിട്ട് ബന്ധം എപ്പോഴും വേണമല്ലോ. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ട്. അതിലും നമ്മൾ ചർച്ച ചെയ്യണം, നേരത്തെ പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യണം, ഒത്തുതീർപ്പെത്തി മുന്നോട്ട് പോകണം. ഒത്തുതീർപ്പെത്താൻ കഴിയണം. ജോലി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർക്ക് ലൈഫ് ബാലൻസ്, അതിന് ആ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യണം, നെഗോഷിയേറ്റ് നടത്തി. ഈ പ്രോസസ്സ് കുടുംബ ജീവിതത്തിൽ എല്ലാ സമയത്തും വേണം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എന്താണ് നെഗോഷിയേഷൻ ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് കൃത്യത വരുത്താൻ തീരുമാനിച്ചതും പറഞ്ഞതും ക്ലിയർ ആയി കാണുമല്ലോ എല്ലാവർക്കും. മെറിറ്റൽ എൻറിച്ച്മെന്റിന്റേതാണ് ക്ലാസ്. ഇത് മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ ഉദ്ദേശമാണ് ഈ നെഗോഷിയേഷൻ എന്താണെന്ന് പഠിപ്പിക്കല്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കല്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. ചർച്ച, നെഗോഷിയേഷൻ, ഇത്തിരി അങ്ങോട്ടും കൊടുക്കുക, വിട്ടുകൊടുക്കുക, ഇത്തിരി ഇങ്ങോട്ടും ചെയ്യുക, എന്നിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുക. ഇങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ്. ഓക്കെ, ഇനി വിവാഹം, പണ്ടത്തെ വിവാഹത്തിന്റെ വ്യത്യാസം പറഞ്ഞു അല്ലേ? എന്തായിരുന്നു അത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പണ്ടത്തെ വിവാഹം എന്തായിരുന്നു? ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ? നമ്മൾ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. സ്റ്റാറ്റസിന് താഴെയുള്ള ആൾക്കാരെ അല്ലെ നമ്മൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടില്ല. പിന്നെന്താണ്? ഒരു പെണ്ണിനെ കൈപ്പിടിച്ച് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക, സംരക്ഷണമാണ് അവിടെ വരുന്നത്. ഇതൊക്കെയാണ് പണ്ട് വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം. ഇന്ന് അത് പാടെ വ്യത്യസ്തമായി മാറി. അതായത് പേഴ്സണൽ ആൻഡ് മെരിറ്റൽ ഗ്രോത്ത്, ഇതാണ് ഇന്നത്തെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നത്.
പണ്ട് അതാണ് ഈ പ്രേമവിവാഹത്തിലേക്കൊക്കെ പോകുന്നത്. ഈ അബ്ദുൽ റഹീം സാർ പറഞ്ഞതില്ല, ആ പറഞ്ഞതിൽ ഇപ്പൊ പ്രേമവിവാഹം കൂടുന്നതിന്റെ കാരണം ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പേഴ്സണൽ ഗ്രോത്ത് കിട്ടണം, എനിക്ക് മെരിറ്റൽ ഹാപ്പിനെസ് കിട്ടണം, എനിക്ക് അതുപോലെ തന്നെ മെരിറ്റൽ ഗ്രോത്ത് കിട്ടണം. എന്താ ഈ പേഴ്സണൽ ഗ്രോത്ത്, മെരിറ്റൽ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് കിട്ടണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് പക്ഷെ അത് സ്റ്റാറ്റസ് എന്നല്ല അവർക്ക് ആവശ്യം. എന്നെയായിട്ട് യോജിക്കുന്ന പെണ്ണിനെ മാത്രമേ ഞാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്നെയായിട്ട് ഒത്തുപോകുന്ന പെണ്ണിനെ മാത്രമേ കിട്ടുള്ളൂ. എല്ലാ സാഹചര്യം അല്ലാതെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്നെ സംരക്ഷിക്കാൻ പെണ്ണിന് സംരക്ഷണം ആവശ്യമില്ല പുരുഷന്റെ. അപ്പൊ അതൊക്കെയാണ് എന്റെ കാര്യം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലെ? ടാസ്കുകൾ ഇതാണ്. ഈ ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ഈ സാധാരണമായിട്ട് വൈവാഹിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ആശയവിനിമയമാണ്, പിന്നെ സംഘർഷ പരിഹാരം, കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ആണ്, പിന്നൊന്ന് ഇന്റിമസിയാണ്, പിന്നൊന്ന് പ്രതീക്ഷകളാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ ആർക്കെങ്കിലും? ആശയവിനിമയ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. പിന്നെ സംഘർഷ പരിഹാരം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ആണ്. അതായത് വഴക്കുകൾ, അല്ലെ? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വഴക്കുകൾ ഇല്ലാതാക്കല്. പിന്നെ ഇന്റിമസി, ഉറ്റ സൗഹൃദം, ഭാര്യയും ഭർത്താവും എന്നുള്ള ഉറ്റ സൗഹൃദം അത്യാവശ്യമാണ്. പിന്നെ ഈ വിവാഹം കൊണ്ടുള്ള ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളാണ് പല പ്രശ്നങ്ങൾക്കും. ആ പ്രതീക്ഷകൾ നിർവഹിക്കപ്പെടാതിരിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അടുത്ത സ്ലൈഡിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ സർ. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇനി വരുന്നത് ആശയവിനിമയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് 8:23 ആയിട്ടോ അല്ലെ? സമയം ഇല്ലേ? 8 കാലമുള്ള 8:20 ഇതോടെ പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലെ? ഈ സ്ലൈഡും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ആശയവിനിമയം 2 തരത്തിലുണ്ടെന്ന് പറയുന്നു: അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും വേണം വിവാഹത്തിൽ എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് സാർ എന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അഫക്റ്റീവ് ആൻഡ് നോൺ എഫക്റ്റീവ്, വൈകാരികമായിട്ടുള്ള അല്ലെ ആശയവിനിമയം, വൈകാരികമായിട്ടുള്ള, അതുപോലെ നോൺ എഫക്റ്റീവ് ആയിട്ട് വൈകാരികമല്ലാതെയും ആശയവിനിമയം നടക്കണം എന്ന് പറയും. അത് അതില് വ്യക്തത എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ വൈകാരികമായ തലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോഴും എല്ലായ്പ്പോഴും വൈകാരിക തലത്തിൽ നിൽക്കാതെ അതിനെ തിരിച്ചു വരാനുള്ള ആ റെസിലിയൻസ് പവറും കൂടെ കയ്യിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായത് ഒന്ന് പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലകളിൽ അത് അങ്ങനെ ചെയ്യണം. പിന്നെ ചില സമയത്ത് വൈകാരികമായിട്ട് നമുക്ക് കുടുംബത്തിലാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ പുറമെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊന്നും നമുക്ക് എനിക്ക് ദേഷ്യം തോന്നിയ ദേഷ്യം പ്രകടിപ്പിക്കാൻ കുറച്ച് കഴിഞ്ഞൊന്നും വരില്ല. അതുപോലെ ദുഃഖം തോന്നിക്കഴിഞ്ഞാൽ കരയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ആ അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതാണ്. അല്പം വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയണം ഭാര്യ ഭർത്താക്കന്മാർക്ക്. തമ്മിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം. അത് അത്യാവശ്യമാണ്. അപ്പൊ അതിപ്പോ അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വേണം. അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകരുത്. പലപ്പോഴും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബം ഈ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് അതുപോലെ കാര്യങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ പക്വത വേണ്ട രീതിയിലെ കാര്യങ്ങൾ കണ്ടിട്ട് ആ രീതിയിലും സംസാരിക്കാൻ പറ്റുന്നു. അതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ ചിന്തകള്, എന്റെ സംശയങ്ങള് ഭാര്യയായ ഞാൻ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ അത് എങ്ങനെ എടുക്കും? എനിക്ക് വിശ്വസിക്കാവോ ആ വ്യക്തിയെ എന്ന ഒരു രീതി ഉണ്ടാവരുത്. വിശ്വസിക്കാൻ പറ്റണം. പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും കൊടുക്കണം കണ്ടുകൊണ്ടത്. അതായത് എന്റെ ചിന്തകൾ, എന്റെ സംശയങ്ങൾ, എന്റെ വേവലാതികൾ എനിക്ക് എന്റെ ഭാര്യയോടാണ് പ്രകടിപ്പിക്കുന്നത്. ഇമോഷണൽ സപ്പോർട്ട് അല്ലെ? അങ്ങനല്ലേ? ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകാരിക പിന്തുണയാണ്.
എനിക്ക് എന്റെ വികാരങ്ങളും എന്റെ ചിന്തകള്, സംശയങ്ങള്, വേവലാതികള് എല്ലാം മനുഷ്യൻ എന്നുള്ളതൊക്കെയുള്ളത് എല്ലാം പ്രകടിപ്പിക്കാനും സംസാരിക്കാനുള്ള വ്യവസ്ഥ ഇത് എന്റെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴേ ആശയവിനിമയം ശരിയാവുള്ളൂ. വിശ്വസിക്കാൻ പറ്റണം എനിക്ക്. ഞാൻ ഒരു കാര്യം ഞാൻ പേടിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥ വരരുത്. അവരെങ്ങനെ എന്നെ എടുക്കത്, അല്ലെങ്കിൽ എന്നെ അവർ വിശ്വസിക്കുമോ, ഭാര്യ എന്നെ വിശ്വസിക്കുന്നു, ഭർത്താവ് എന്നെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ശരിയായി എടുക്കാതിരിക്കുമോ എന്നൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവും. തെറ്റായ ആശയവിനിമയങ്ങൾ ഒരിക്കലും ഒരു കാര്യം പറയാം, ഉദ്ദേശിച്ച് പറയുക, മറ്റാളത് വേറെ തെറ്റായി ധരിക്കുക. ഇങ്ങനത്തെ ഒരു വിനിമയങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. മൈൻഡ് റീഡിങ് ആണ് ഈ തെറ്റായ ആശയവിനിമയങ്ങളെ വീണ്ടും വിഭാഗീകരിച്ചിരിക്കുകയാണ്. എന്താ മൈൻഡ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സ് വായിക്കുകയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? റോയ് സാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യോ? വികാരപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, മൈൻഡ് റീഡിങ്. അതെ. ഇപ്പൊ വാക്കുകൊണ്ടല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഷാഹു സാറിന് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? ഇത് തെറ്റായുള്ള ആശയവിനിമയമാണ്. പരസ്പരം വിശ്വാസം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമുണ്ടല്ലോ. കാരണം മൈൻഡ് റീഡിംഗ് നമ്മുടെ മനസ്സിലാക്കി അവരെ എന്താ പറയണ്ടേ, മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തില് എടുക്കാന്നുള്ളത്. മൈൻഡ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നമ്മള് അവര് പറയുന്നതിനെ തെറ്റായി ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു തലത്തിലൂടെ പോവുക എന്ന് വേണമെങ്കിൽ. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള വാച്യാർത്ഥം എന്താണ്? വാക്കിന്റെ അർത്ഥം മനസ്സ് വായിക്കുക, അല്ലെ? ആർക്കെങ്കിലും പറ്റുമോ മനസ്സ് വായിക്കാൻ? സാബു സാറിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ? അഥവാ എനിക്ക് ദിവ്യത്തുണ്ടെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ ചില ഭാര്യമാരും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സ് അയാൾ അറിയണം എന്നാണ്. ഭാര്യ ആഗ്രഹിക്കാണ് എന്റെ ഭർത്താവ് എന്റെ മനസ്സ് അറിയണം, റീഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം. ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്റെ ഭാര്യ എന്റെ മനസ്സ് അറിയണം, ഞാൻ പറയാൻ തയ്യാറല്ല, അല്ലാതെ അവൾ അറിയണം. മൈൻഡ് റീഡിങ് എന്നൊരു പരിപാടിയാണ്. സാറേ അതിനിടയിൽ ഒന്ന്, അതായത് നമ്മുടെ കുടുംബത്തില് ഭാര്യന്റെ കുടുംബത്തിൽ ഒരാൾക്ക് നല്ലോണം അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു, അവര് പാവങ്ങളാണ്. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്യാണ് ഭർത്താവിനോട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ എന്നാ പിന്നെ ഇത്ര പൈസ ഞാൻ തരാം, നീ അവർക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി. അല്ല, അങ്ങനെ പറയില്ല മാഡം, അങ്ങനെ പറയുന്നില്ല. അതായത് മാമിന്റെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാതെ അറിയണമെന്ന് ധരിക്കണം മറ്റൊരാള്. അതിനാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദമ്പതികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ അറിയണം, മനസ്സ് വായിക്കണം എന്റെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെയാണ് തെറ്റായ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇത് വളരെ തെറ്റായ കാര്യമാണ്. ഈ മൈൻഡ് റീഡിംഗ് എന്നുള്ള കാര്യം ഒരു ദിവ്യനും ഇല്ല. നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ, ഞാനൊരു സാധനം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് മൈൻഡ് റീഡിങ്ങിൽ പെടുകയല്ലേ? അല്ല, റോയ് സാറിന് വിശക്കുന്നുണ്ട്. റോയ് സാറ് എന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ ഞാൻ റോയ് സാറ് കരുതാണ് എന്റെ മുഖം കണ്ടാൽ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയില്ലേ എന്ന് കരുതിയിട്ട് എനിക്ക് ഭക്ഷണം വേണം എന്ന് ജോയ് സാർ പറയാതിരിക്കുന്നതിനാണ് ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അയാളുടെ മൈൻഡ് റീഡ് ചെയ്യാനൊക്കത്തില്ല, പക്ഷെ അവസരങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അതെ, മൈൻഡ് ഒന്നും വായിക്കാനൊക്കത്തില്ല. അവസരം കൊണ്ട് അത് വേറെ ചാപ്റ്റർ. ഇത് ആശയവിനിമയം നമ്മൾ സംസാരിക്കുന്നത്. ആവശ്യങ്ങൾ തുറന്നു പറയാതെ അത് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. എന്നെ കണ്ടാൽ അറിയില്ലേ, കുറെ കാലായില്ലേ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? അറിയില്ലേ കാര്യങ്ങൾ. ഞാൻ എന്തിനാ പറയണ അദ്ദേഹത്തിന്, അയാളുടെ അടുത്ത്, അല്ലേ? അയാളുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഞാൻ പറയണോ ഇന്നത് ചെയ്യണമെന്ന്? അല്ലേ? ഇതാണ് മൈൻഡ് റീഡിംഗ്. ഇത് തെറ്റാണ്.
എന്ത് വേണം എന്നുള്ളത് പറയുക തന്നെ വേണം. പറഞ്ഞാലേ മനസ്സിലാവും. പല രീതിയിൽ ആശയവിനിമയത്തിന് പല ബാരിയേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ? പല കാര്യങ്ങളുണ്ട്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോ ഞാൻ ചിന്തിക്കുന്നത് വേറെ എന്താ, ഞാൻ ആകെ വിഷമിച്ചിരിക്കാവും വേറെ പല പ്രശ്നങ്ങളുമായിട്ട്. അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലെന്നിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ തീരൂ എന്ന് മറ്റൊരാൾ ധരിച്ചു വെക്കുന്നത് ആശയവിനിമയ തകരാറാ. അത് തെറ്റാണ്. അത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാ. ഒരിക്കലും മൈൻഡ് റീഡിങ് ഉണ്ടാവരുത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്തത് തെറ്റായ ആശയവിനിമയത്തിൽ പെടുന്നത് കുറ്റപ്പെടുത്തലാണ്. ഇതാണ് ഈ പരിപൂർണമായിട്ട് എല്ലായിടത്തും നടക്കുന്നത്. ബ്ലെയിമിങ് അത് ഒരിക്കലും പാടില്ല. ഒരാള് ആരും മോശക്കാരില്ല ഈ ലോകത്തില്. ആരും പരിപൂർണമായിട്ട് തെറ്റുകാരില്ല. ഒരു ശരിയും മറ്റൊരു ശരിയും തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അല്ലാതെ രണ്ട് തെറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു തെറ്റും ഒരു ശരിയും തമ്മിലല്ല. അപ്പൊ കുറ്റപ്പെടുത്തുകളിൽ യാതൊരു അർത്ഥവുമില്ല. വിനിമയത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല, ബ്ലെയിമിങ് പാടില്ല. നെക്സ്റ്റ്, നെഗറ്റീവ് ഫീലിംഗ് മാത്രം ആശയവിനിമയം നടത്തുക. ഇത് ഏറ്റവും വലിയ മോശമായ കാര്യമാണ്. ഫീലിംഗ്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ വാചാലനായിട്ട് സംസാരിക്കും. എനിക്ക് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ വാചാലനായിട്ട് സംസാരിക്കും. എനിക്ക് അസൂയ തോന്നിക്കഴിഞ്ഞാൽ അതി രീതിയിൽ കണ്ടക്റ്റിൽ, അല്ലെ? അതാണ് നെഗറ്റീവ് ഫീലിംഗ് മാത്രം. നല്ലത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പറയണം, മെനക്കെടാതിരിക്കരുത്. അതാണ് ആവശ്യം. നല്ലത് കൂടുതൽ പറയണം. നെഗറ്റീവ് ഫീലിംഗ് പറയണ്ടെന്ന് പറയുന്നില്ല. ദേഷ്യം തോന്നു കഴിഞ്ഞാൽ അധികം ശരിയായ രീതിയിൽ, ശരിയായ ഈ സമയത്ത്, ശരിയായ മാത്രയിൽ പ്രകടിപ്പിക്കുന്നത് തെറ്റായ കാര്യമല്ല. പക്ഷെ നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ പറയൂ എന്ന് പറയുന്നത് തെറ്റായ ആശയവിനിമയം. നല്ലത് പറയാൻ തന്നെ കഴിയണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എത്ര തവണ പറഞ്ഞാലും കുറവ് വരില്ല. എനിക്ക് നിന്നോട് നന്ദിയുണ്ട്, അല്ലെ? നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഒന്ന് പുഞ്ചിരിക്കലും പോസിറ്റീവ് ഫീലിംഗ് ആശയവിനിമയം നടത്തില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, പുഞ്ചിരിക്കുക, ചിരിച്ച് സംസാരിക്കുക. ഇതൊക്കെ പോസിറ്റീവ് ഫീലിംഗ് ആശയവിനിമയം നടത്തുക. നേരെ എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുക, ദേഷ്യഭാവം കാണിക്കുക, ഇതൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ആശയവിനിമയം നടത്തുക. ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റായ ആശയവിനിമയം. മൂന്നാമത്തെ കാര്യം, ആശയവിനിമയം നടത്താതെ തന്നെ പ്രശ്നങ്ങൾ തീരുമെന്ന വിശ്വാസം. പലപ്പോഴും അതാണ് നടക്കുന്നത്, അല്ലെ? ഒന്നും പറയാതെ കാലം കഴിഞ്ഞാൽ കുറെ മാറി മനസ്സിലാക്കിക്കോളും. അപ്പൊ തീർന്നോളും പ്രശ്നം, അല്ലെ? കുറെ കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളും. അപ്പൊ ഒന്നും പറയേണ്ടതില്ല. ഞാൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവൾ എന്താച്ചാ പറഞ്ഞോട്ടെ. ഓക്കെ, പരസ്പരം നമുക്ക് ആശയവിനിമയം നടക്കണ്ട. അവർ പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവും. ആ കാരണം മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കഷനാണ് വേണ്ടത്, നെഗോഷിയേഷനാണ് വേണ്ടത്. നമുക്ക് വേണ്ടി കോംപ്രമൈസ് ആണ്. ഈ 3 കാര്യമാണ് വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആശയവിനിമയത്തില് അത് തകരാറ് വന്നു വെച്ചാൽ അതൊന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പൊ ഈ ഒന്നും വിനിമയം നടത്തേ വേണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ബ്ലണ്ടർ മറ്റൊന്നില്ല. കാരണം ഈ ഭാര്യ ഭർത്താവ്, പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ വിരുദ്ധമായുള്ള 2 എൻറ്റൈറ്റി പ്രതിഭാസങ്ങളാണ്. വൈകാരികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അവര് തമ്മിലുള്ള ഒരു ഒന്നിച്ചുള്ള ജീവിതമാണ് ഈ വൈവാഹിക ജീവിതം. അപ്പൊ അതില് ആശയവിനിമയം നടത്താതെ പ്രശ്നം തീരുന്നു പറയുന്നതിലും ഏറ്റവും വലിയ വിഡിത്തം മറ്റൊന്നും ഇല്ല. ഏറ്റവും നിശബ്ദ ചികിത്സാ രീതികൾ, ഇത് പരക്കെ നടക്കുന്ന കാര്യം. എന്താണ്? 2 കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നിശബ്ദനായിരിക്കും, അല്ലെങ്കിൽ, അല്ലെ? ഇതെല്ലാം എല്ലായിടത്തും നടക്കുന്നത്. കാരണന്മാര് നമ്മളോട് പറഞ്ഞ കാര്യമല്ലേ? കാരണന്മാര് നമ്മളോട് പറഞ്ഞ കാര്യമാണിത്. മിണ്ടാതിരിക്കുക. എന്താച്ചാ പറഞ്ഞോട്ടെ, അല്ലെ? അവൾ എന്താച്ചാ പറഞ്ഞോട്ടെ. നമ്മളെ നീ ഒരു കാര്യം ഓർത്തോളം, 2 കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇത് പരക്കെയുള്ള ഉപദേശമാണ്. ഈ ഉപദേശം ഭീമാബദ്ധമാണ്, തെറ്റായ ആശയവിനിമയമാണ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ മനുഷ്യനോട് തിരിച്ച് സംസാരിക്കണം, ആ ചർച്ചയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു വിമർശനത്തിന്റെ വിമർശനമാകാം. പക്ഷെ വിമർശനം എപ്പോ ചെയ്യുമ്പോഴും ഡിസ്കഷന്, ചർച്ചയ്ക്കുള്ള ഒരു
അവസരം അതിൽ അവശേഷിപ്പിച്ച് മാത്രമേ വിമർശിക്കാവൂ എന്നാണ് പറയേണ്ടത്, എന്നാണ് പറഞ്ഞുകൊണ്ടത്. നിശബ്ദ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 കൈ കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവും, അതുകൊണ്ട് നിശബ്ദമായിരിക്കണം. അപ്പൊ എന്താച്ചാ പറഞ്ഞോട്ടെ, ഇതിലും വലിയ തിന്മ മറ്റൊന്നില്ല. ആശയവിനിമയം തകരാറാണ്. ക്ലിയർ ആയില്ലേ? നമുക്കിനി നാളെ ഇതേ വിഷയത്തിൽ, അടുത്ത തിങ്കളാഴ്ച ഇതേ വിഷയത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതുപോലെ. ഇന്ന് തൽക്കാലം നിർത്താനല്ലേ? സ്റ്റോപ്പ് ചെയ്തു. എന്തെങ്കിലും ഇതില് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും പറയും. ഇതിൽ സ്ലൈഡുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. കുഴപ്പമില്ല സാർ. സ്ലൈഡിനെ കുറിച്ചല്ല, വിഷയം വളരെ എക്കാലവും റെലവെന്റ് ആയിട്ടുള്ള വിഷയമാണ്. പക്ഷെ നമ്മളിവിടെ ആളുകൾ 1950-നും 60-നും ഇടയ്ക്ക് ജനിച്ചിട്ടുള്ളവരാ. ആ കാലയളവിൽ നമ്മള് കുഞ്ഞായിരുന്നപ്പോ കണ്ടു വളർന്നതും ഇപ്പൊ നമ്മള് വളർന്നു നിൽക്കുന്ന ഈ പ്രായത്തിൽ ഇപ്പോഴത്തെ സാമൂഹികവും അതുപോലെ തന്നെ കുടുംബവും കുടുംബ ബന്ധങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായി കാലം തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ കുടുംബങ്ങളിലെ വഴക്കുണ്ടാകുന്നത്, മാറി താമസിക്കാതെ അല്ലെങ്കിൽ എല്ലാവരോടും ഒന്ന് ആ ഒരു സ്ഥിതിവിശേഷം തനിയെ മാറി. എന്ത് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കൊച്ച് ഏറിപ്പോയ രണ്ടിൽ നിന്ന് മാറി ഒന്നിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മുടെ കൊച്ചിലെ അങ്ങനെ ഒരു സ്ഥിതി അല്ലായിരുന്നു. ഒന്നത്. 2, ഈ വിഷയം അത് തന്നെ പല കുട്ടികളും വീട് വിട്ടു പോവുകയാണ്. ഒരു യൂത്ത് തന്നെ പഠിക്കാനും പിന്നീട് ജോലിക്കും. അത് കേരളത്തിന് പുറത്തേക്ക് പോകും, ചിലപ്പോ ഇന്ത്യക്ക് വെളിയിലേക്ക് തന്നെ പോകും. അവരിൽ യൂറോപ്പിലോ മറ്റോ പോകുന്ന ആളുകൾ പലപ്പോഴും തിരിച്ചു വരുന്നില്ല, അവരവിടെ തന്നെ സെറ്റിലാകുന്നു. അപ്പൊ ഈ വക പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത തരം പ്രശ്നങ്ങളല്ല ഇന്നത്തെ ദാമ്പത്യ പ്രശ്നങ്ങളായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ രംഗത്ത് കൂടുതൽ പഠനങ്ങൾ കാലാനുസൃതമായി നടക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 2 പേരും മാത്രമുള്ളിടത്ത് അടിവെക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് അത് നീങ്ങുന്നെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മറ്റൊന്നാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് റെലവെന്റ് ആണ്. നമ്മൾ ഇന്നിപ്പോ പറയുന്ന ചില കാര്യങ്ങൾ നാളെ അത്ര പ്രസക്തമാകണമെന്ന് നിർബന്ധമില്ല. ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ പലതുമല്ല, ഇന്നലകളിൽ പലതും ആ കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞു വെച്ചതാണ്. അത് ഇന്ന് ഫോളോ ചെയ്യണമെന്നില്ല. അത് തനിയെ എല്ലാവരും തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ അത്ര മാറി. നമ്മുടെ പേരൻസ് നമ്മളെ കുറിച്ച് ചിന്തിച്ചതല്ല നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലത്തിനനുസരിച്ച് ഇനി കൂടുതൽ പഠനം നടക്കേണ്ടത് ഈ സെപ്പറേറ്റ് ചെയ്ത് ഈ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ ഇടയിൽ എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു. പുതിയ പഠനം പുതിയ രീതിയിൽ അത് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുമുണ്ട്, എല്ലാ ഭാഗങ്ങളും. സാറ് ഇതില് പറഞ്ഞുള്ള കാര്യങ്ങൾ, അവരുടെ ചാറ്റിൽ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നല്ല പോയിന്റുകളാണ് കേട്ടോ. അത് കറക്റ്റ്. ഞാനത് ഇപ്പോഴേ കണ്ടുള്ളൂ. ചാറ്റിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണേ. വളരെ നന്നായിട്ട് സാർ ഇത് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണ്. ഒറ്റയ്ക്ക് താമസിച്ച് ഒന്നിച്ച് അണുകുടുംബമായത് ഒന്ന്, പിന്നെ സാർവത്രികമായി കഴിഞ്ഞു ഇപ്പൊ അണുകുടുംബം, കൂട്ടുകുടുംബ വ്യവസ്ഥ പൂർണ്ണമായി ഇല്ലാതായിപ്പോ. പിന്നെ രണ്ടാമത്തെ, അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. ഓക്കെ, ഇനി പറയൂ. പറ്റും. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടെങ്കിൽ പറയൂ. നസീമാം, കുറെ നാളായല്ലോ കണ്ടിട്ട്. വേറെ ആരുള്ളത്? ജോർജ് സാർ പറഞ്ഞു, റോയ് സാർ പറയുന്നോ? പ്രശ്നമാണ് സാറേ. നാട്ടിലുണ്ട്, തിരക്കി പെട്ടുപോയതാ. വൈകുന്നേരമൊക്കെ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും വ്യത്യാസങ്ങളായി, ഓരോ കൾച്ചറിലും വിശ്വാസങ്ങളും വ്യത്യാസം ആയി. ദാമ്പത്യ തട്ടിട്ടില്ല. ഓരോരുത്തരുടെ കൾച്ചർ ആയിട്ട്
കുടുംബ ബന്ധത്തില് കുറെ സഹനം വരും, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് വരും. പഴയ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കുട്ടികളിൽ കുറെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതില്. എത്ര എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളും വീട്ടില് ഒരു കൾച്ചർ കണ്ടു പഠിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികള് വലിയ പ്രശ്നത്തിലേക്ക് പോവില്ല. കുറെയൊക്കെ ചില കുട്ടികൾ പിന്നെ എല്ലാം സ്വന്തം അഭിപ്രായങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് എനിക്ക് തോന്നാറ്. കാരണം ഒരു റിബലിയസ് മനോഭാവം വരുമ്പോ റിജിഡ് ആവും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫ് വെച്ചിട്ടും കൂടിയിട്ടാണ് പറയുന്നത് സാറേ. കാരണം നമ്മൾക്ക് എന്തതിങ്ങനെ ചോദിക്കും, നമുക്ക് ഉള്ളിൽ നമ്മളോട് തന്നെ ഒരു വിഷമം തോന്നും. നമ്മളെ വീട്ടിലെ കൾച്ചർ ആവില്ല വേറെ വീട്ടില്, നമ്മളെ മാതാപിതാക്കളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇവരെ കൾച്ചറാണ്, നമ്മൾ മാറണാണ് നല്ലത്, ഇവരൊന്നും കുഴപ്പക്കാരല്ല. അങ്ങനെ ഒരു മനോഭാവം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയില്ല. സമാധാനം നമുക്ക് തന്നെ നമ്മളുള്ളിൽ തന്നെ എന്നുള്ള കാഴ്ചപ്പാട് വരും. കുട്ടികൾക്ക് തന്നെ കിട്ടണില്ല, അധികം കിട്ടുന്നില്ല ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന്. അപ്പൊ അതിന്റെ കുറെ പ്രശ്നമുണ്ട്, രക്ഷിതാക്കളുടെ കുറെ പ്രശ്നമുണ്ട്, കുട്ടികളിൽ മാത്രമല്ല. താങ്ക് യു സർ. ശരിയാണത്. നമുക്ക് നമ്മൾ ഈ ക്ലാസ് തുടർന്ന് വരും കേട്ടോ. ഇതിപ്പോ മാം പറഞ്ഞത് ഒരു ഘടകമാണ് ഈ വൈവാഹിക ജീവിതത്തിലെ ഒരു ഘടകമാണ് മാം പറഞ്ഞത്. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ്, ഇതിനെ കുറിച്ചാണ് മാം ഇപ്പൊ സംസാരിച്ചത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ആശയവിനിമയത്തിൽ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. നമ്മളതിൽ കുടുംബ ബന്ധം ഇണയായും തുണയായും പങ്കു ചേർത്തിരിക്കുന്നു എന്നാണ് നിക്കാഹില് പറയുന്ന വാക്കിന്റെ പച്ച മലയാളം. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നേ ഇല്ല. നിന്റെ സുഖങ്ങളിൽ സംതൃപ്തി കൊണ്ടും നിന്റെ ദുഃഖങ്ങളിൽ സഹനത്തിന്റെ പാത തുടർന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ വരുമ്പോ ഫ്രസ്ട്രേറ്റഡ് ആണ്. താങ്ക് യു സർ. ആദ്യത്തെ ടാസ്കിനെ കുറിച്ചാണ് മാം പറഞ്ഞത്, അതായത് സബ് സിസ്റ്റം ഉണ്ടാക്കുന്ന കാര്യം. അതാണ് ഇത് ഇണയും തുണയായിട്ട് തീരുന്നതിന് ഒരു പ്രക്രിയ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടല്ല സംഭവിക്കുന്നത്. ഈ ഇണയും തുണയും ആവുന്ന പ്രക്രിയ അത് ഇപ്പൊ മാം പറഞ്ഞല്ലോ, അത് അറിവുള്ള നമ്മുടെ ദൈവം പ്രോക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, ദൈവം പറഞ്ഞത്. അപ്പോ അത് സംഭവിക്കുന്നത് നാച്ചുറൽ ആയിട്ടല്ല, അത് ഒരു പ്രോസസ് വഴിയാണ് സംഭവിക്കുന്നത്. അതാണ് ഇന്ററാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ഇന്ററാക്ഷനില് ഇടപെടൽ വഴിയാണ് സംഭവിക്കണം എന്നാണ് പറയുന്നത്. അതിന് കറക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇണയും തുണയാവും. അതിൽ മിസ്റ്റേക്ക് വരുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. ക്ലിയർ, നല്ല കോൺട്രിബ്യൂഷൻ. സാറേ, ഈ ആശയവിനിമയത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഡീൽ ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവര് തമ്മിൽ തുറന്ന് സംസാരിക്കാത്തത് ഒരു കൗൺസിലറുടെ അടുത്ത് വരുമ്പോൾ തുറന്നു പറയുന്ന പ്രശ്നം അതെന്തോ? അപ്പൊ അതിനുള്ള സാഹചര്യം എന്താ? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 10-25 കൊല്ലങ്ങൾ ജീവിച്ച ഒരാളുടെ ഒരു പ്രശ്നങ്ങളായിട്ട് വന്ന് അവര് പ്രശ്നത്തിലേക്ക് പോകുന്നു. ആശയവിനിമയം തന്നെ പ്രശ്നം, തുറന്ന് സംസാരിക്കാത്തതാണ്. പക്ഷെ അതൊരു ആദ്യമായി കാണുന്ന കൗൺസിലറുടെ അടുത്ത് ആ പ്രശ്നം പറയുന്നു. അപ്പൊ അത് കേൾക്കാനുള്ള ഒരു സന്മനസ്, ഒരു അന്തരീക്ഷവും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതല്ലേ പ്രധാനമായ കാര്യം. നടക്കുന്നില്ല. പക്ഷെ അത് ഒന്നുമില്ലാത്ത കൗൺസിലർക്ക് പറയുന്നുണ്ട്, ഏതാ ഇത്രയും വർഷം ഒരുമിച്ച് താമസിച്ചവര് തന്നെ പരസ്പരം ഷെയർ ചെയ്യുന്നില്ല. ഒന്നുമല്ലാത്ത കൗൺസിലർക്ക് വരുമ്പോൾ പറയുന്നു ഇന്നതാണ് വിഷയം. അതെന്തോ? ഇത് ഇന്ററാക്ഷൻ പാറ്റേണിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോ ഒരു ലെവലിലെത്തി ഒരു മുൻവിധി അല്ലെ, ഈ ജഡ്ജ്മെന്റാലിറ്റി ഒക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഒരു പക്ഷേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വളരെ ഇതായിട്ട് കാര്യം. അത് ശ്രദ്ധിക്കാൻ ഭർത്താവിന് താല്പര്യമില്ല. അപ്പൊ എന്താ, ഭർത്താവ് ഷൗട്ട് ചെയ്യും. കഴിഞ്ഞാൽ ഭാര്യ ഒന്നും പറയില്ല. പിന്നെ ഭാര്യയ്ക്കൊന്നും പറയാനില്ലല്ലോ. ഈ ഷൗട്ടിംഗ് എന്ന് പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് നന്ന ചെറുപ്പത്തില് ഒരുപാട് വിലക്കുകൾ അതിജീവിച്ചിട്ട് അത് ചെയ്ത് അങ്ങനെ വളർത്തപ്പെട്ട അവര് പാരന്റിങ്ങിൽ അങ്ങനെ വിലക്കുകൾ ഏറ്റവും ഉണ്ടായിട്ടാണ്. അപ്പൊ ഈ ഷൗട്ടിങ് അവരെ വളരെ മോശമായിട്ടാണ് അത് അവർക്ക് മാനസികമായിട്ട് അവര് റിസീവ് ചെയ്യാം. അപ്പോ ഇങ്ങനെ ഷൗട്ടിങ് വരുന്നിട്ട് അവർ പറയില്ല, ബ്രേക്ക് ചെയ്ത് ആശയവിനിമയം അവിടെ നിന്നു. പിന്നെ ആശയവിനിമയം നടക്കുന്നില്ല. കൗൺസിലർ ആകുമ്പോൾ ആ മനോഭാവത്തിൽ ഒരിക്കലും ഇല്ല. കൗൺസിലർ കേൾക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്, ആക്റ്റീവ് ലിസണിങ് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കൗൺസിലർ
അല്ല, കേൾക്കാൻ തയ്യാറൊന്നും അല്ല. ഇങ്ങനെ ഒരു പ്രശ്നമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാ അവര് പറഞ്ഞു പോകുന്നതാ. മെറിറ്റൽ എൻറിച്ച്മെന്റ് ഇതാ പറയുന്നത്. ആ ഇന്റർനാഷണൽ പാറ്റേൺ എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ഭാര്യയ്ക്ക്? കൗൺസിലിംഗിന്റെ അടുത്ത് കൗൺസിലർ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിക്കുമ്പോഴാണ് അവർ പറയുന്നത്. അതെ, അല്ല, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അവർക്ക് പ്രശ്നമുണ്ട്. ആ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ട്, ഭർത്താവിനോട് പറയാൻ പറ്റുന്നില്ല. അതായത് അവരുടെ ഇന്ററാക്ഷൻ പാറ്റേൺസിൽ നെഗറ്റിവിറ്റി ഉണ്ട്. സംസാരിക്കുമ്പോ എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പ്രശ്നം പരിഹരിക്കണം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ ദുരിതത്തില്, വൈവാഹിക ദുരിതത്തിൽ കഴിയണം എന്ന് ആ ഭാര്യ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നില്ല, ഒരു ഭർത്താവ് ആഗ്രഹിക്കില്ല. കാരണം ഈ വൈവാഹിക ദുരിതം എന്ന് പറയുന്ന മനസ്സിനെ ഉലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പ്രശ്നങ്ങൾ ഇപ്പോ ജോലി സ്ഥലത്തുണ്ടായാൽ വലിയ കുഴപ്പമില്ല, സമൂഹത്തിൽ മറ്റുള്ളവരായിട്ട് ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. പക്ഷെ കുടുംബത്തില് പ്രത്യേകിച്ച് ഭാര്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അത് മനസ്സിന് ഒരുപാട് അലട്ടുന്ന ഒരു വിഷയമാണ്. കാരണം ഇന്റിമസി, ഏറ്റവും ഇന്റിമസി ഉള്ള രണ്ട് ബന്ധമാണത്. അപ്പോ അതാണ്. അപ്പോ ഈ ഭാര്യയ്ക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാൻ ഭർത്താവ് അനുവദിക്കുന്നില്ല. ആ ഇന്ററാക്ഷൻ പാറ്റേണിൽ നെഗറ്റിവിറ്റിയാണ് പറയുന്നത്. ഇടപെടലല്ലേ, ആ ഇടപെടലില് നിഷേധാത്മകത എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു സ്വഭാവമായിട്ട് റിജിഡായി. മാം അല്ലേ പറഞ്ഞ റിജിഡിറ്റി അല്ലെ, റിജിഡിറ്റിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഒരു മാം പറഞ്ഞല്ലോ. അപ്പൊ ഈ റിജിഡായി മാറിയത്, അതായത് ദൃഢമായി മാറി, അതിലേക്ക് വീണ്ടും ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവരണം. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ ഇന്ന രീതിയിലാണ് വേണ്ടത്, അതിനൊരു വൈദഗ്ധ്യമുണ്ട്, അതിനൊരു സ്കില്ലുണ്ട്, ആ സ്കില്ല് ഇന്നതാണ് എന്ന് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ പറയും, അല്ലെങ്കിൽ മെറിറ്റൽ എൻറിച്ച്മെന്റിൽ പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മളൊരു ഇൻസൈറ്റ് കിട്ടും, ഉൾക്കാഴ്ച കിട്ടും. പിന്നെ അത് നമ്മൾ ആ പ്രശ്നം ഇതുപോലെ വരുമ്പോ ഒരു വ്യത്യസ്ത ഭാര്യയായിരിക്കും ആ ഭാര്യ പ്രതികരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ആഗ്രഹം ഉണ്ടായാലാണ് കൗൺസിലിംഗ്, ഈ മെറിറ്റൽ എൻറിച്ച്മെന്റ് നടക്കുള്ളൂ, നന്നായി പോകണമെന്ന്. അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കുക എനിക്ക് മാറാൻ പറ്റില്ല, ഞാൻ ശരി, മറ്റാൾ തെറ്റ്. അതാണ് കുറ്റപ്പെടുത്തൽ പാടില്ലെന്ന് നമ്മൾ ആശയവിനിമയത്തിൽ പാടില്ലെന്ന് പറഞ്ഞു അല്ലെ. ബ്ലെയിമിങ് പാടില്ല, ഇപ്പൊ ആശയവിനിമയം നടക്കില്ല എന്ന് പറഞ്ഞു നമ്മള്. ഇത് രണ്ടു കൂട്ടരും ആഗ്രഹിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം പറ്റുള്ളൂ. ഒരാൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അത് അഡ്ജസ്റ്റ്മെന്റിലൊരു വർത്താനമുണ്ട്, വളയ്ക്കാം, പക്ഷെ വളച്ച് ഓടിക്കരുത് എന്നുള്ള. ഒരു മനുഷ്യന്റെ എല്ലാവിധ കഴിവുകളും അല്ലെങ്കിൽ നശിപ്പിക്കുന്ന, സന്തോഷവും നശിപ്പിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ അത് ദുരിതമാണ്, വൈവാഹിക ദുരിതമാണ്. സാറേ, സമൂഹ ജീവിതത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രോബ്ലത്തിനുള്ള അതേ പാറ്റേണിലെ റെമഡി കുടുംബ ജീവിതത്തിലെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സൂട്ട് ആകത്തില്ല പലപ്പോഴും. കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ ഓഫീസിലെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിനോട്, അത് വലിയ ആളാകട്ടെ ചെറിയ ആളാകട്ടെ, ആ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലത്തിന് ഏത് തരത്തിലാണോ പ്രതികരിച്ചത് ആ രീതിയിലെ പ്രതികരണം കൊണ്ട് കുടുംബത്തിൽ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാല്, നമുക്ക് വേണേൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷെ ഇത് രണ്ടും കുടുംബജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മിണ്ടാതിരിക്കാനും ഒഴിഞ്ഞു മാറാനും ഒന്നും പറ്റില്ല. അതാ പരിഹാരമല്ല. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് തന്നെ ഈ സൈക്കോളജിയുടെ ആ പാറ്റേൺ വെച്ചുകൊണ്ട് ഫാമിലിയിൽ സ്യൂട്ടാകില്ല. ഭാര്യ ഭർത്താക്കന്മാര്. സാറ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുകയും ചെയ്യണം കേട്ടോ. വീഡിയോ കൂടി ഓൺ ചെയ്തിട്ട്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാ. അതെ. അപ്പൊ സാറ് പറഞ്ഞത് ശരി തന്നെ, പരിപൂർണമായിട്ട് ശരി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രശ്നം വൈവാഹികമാകുമ്പോ, കുടുംബത്തിലാകുമ്പോ വികാര തീഷ്ണം കൂടിയാണ്, വൈകാരികമാണ്. അത് വളരെയധികം ബാധിക്കുന്നതാണ്. നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകമാണ് ജീവിതത്തിൽ ജീവിക്കുന്നതിന്റെ. അപ്പൊ വൈകാരികമായിട്ട് അത് നമ്മള് ഫീൽ ചെയ്യിപ്പിക്കുന്ന വിഷയമാണ്. അപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. പക്ഷെ ഇത് സൊല്യൂഷൻ വേണ്ട എന്ന് പറയുന്നതും വലിയ അർത്ഥമില്ല അല്ലോ. സൊല്യൂഷൻ നമുക്ക് ഇവിടെയാണല്ലോ കൂടുതൽ വേണ്ടത്.
അതുപോലെ ഇവിടെ പരിഹരിക്കാൻ പറ്റില്ല, അത് സമ്മതിക്കുന്നു. സൊല്യൂഷൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ സാറ് എന്നോട് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തത്, ഞാന് ഈ കട്ടിലിൽ കിടപ്പായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്നത്. സോറി സാർ ഞാനെന്താ അതല്ല, അത് പറയാനല്ല, ഞാൻ അതിലൂടെ വേറൊരു കാര്യം പറയാനാണ്. അപ്പൊ അങ്ങനെ കിടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ സാറിനെ പോലെയുള്ള ഒരാളിന്റെ ഫാമിലിയിൽ ദമ്പതികൾ സ്വീകരിക്കേണ്ടുന്ന ഒന്നല്ല ഇവിടെ സ്വീകരിക്കേണ്ടത്, വളരെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ എന്റെ വീട്ടില് എനിക്കൊരു മോനെ ഉള്ളൂ ഉണ്ടെങ്കിൽ അവൻ എന്നെ നോക്കണ്ട, അവൻ സെപ്പറേറ്റ് ചെയ്ത് പൊക്കോ എന്ന് പറയാൻ ആ ഒരു റെമഡി പരിഹരിക്കപ്പെടുമോ? എനിക്കറിയില്ല. കാരണം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പേരന്റ് ആണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇനി പലപ്പോഴും ധാരാളം വിധവകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ഒറ്റപ്പെടുന്നു, പിന്നെ ഭർത്താക്കന്മാര് കള്ളുകുടി കൊണ്ടോ അല്ലാത്ത എന്തെങ്കിലും രോഗം വന്നോ ഒക്കെ മരിച്ചു പോവുക. അപ്പോൾ ആകെപ്പാടെ ഒരു കൊച്ചുവേ ഉള്ളൂ, അവൻ നോക്കണ്ടേ, നീ വേറെ പൊക്കോളാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒറ്റ കൊട്ടത്താപ്പില് ഒരേ തളപ്പില് ഇതിനെല്ലാം പരിഹാരം ചിലപ്പോൾ പറയുക നിർവാഹമല്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാന് കിടക്കുന്നത് ഇത് ഓൺ ചെയ്യുന്ന പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. വളരെ വ്യത്യസ്തമാണ്. അവിടെ എന്റെ ഭാര്യ മറ്റൊരു ഭാര്യയെ പോലെ പെരുമാറിയ ചിലപ്പോൾ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ മറ്റൊരു മകനോട് നമ്മൾ ഉപദേശിക്കും. എൻ്റെ മനസ്സിലും ആശയമുണ്ട്, നീ കല്യാണം കഴിച്ചാൽ ഉടൻ തന്നെ താമസിച്ചോളാം, ഞാൻ പഠിച്ച തത്വത്തിന്റെ പേരിൽ. പക്ഷെ അങ്ങനെ പോയാൽ ഞാനിവിടെ കിടന്ന് ചത്തുപോകും. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സാറേ. ഓരോരോ ചുറ്റുപാടിനനുസരിച്ച് സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ പെരുമാറണം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് എന്റെ അളിയന് ഖത്തറില് 15 lakhs 20 lakhs ഒക്കെ സാലറി കിട്ടുന്ന ഡോക്ടറാണ്. അവര് ഇപ്പൊ ഉമ്മയും വാപ്പയും നാട്ടിലാണ്, വേറെ ആരും നോക്കാനില്ല. അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്ത് 1-2 ലക്ഷം റുപ്യുള്ള ഒരു മെഡിക്കൽ കോളേജ് അല്ല ബെറ്റർ ഹോസ്പിറ്റലില് ജോലി എടുക്കാൻ വേണ്ടി തയ്യാറായി തിരിച്ചു വരികയാണ്. ദാറ്റ് മീൻസ് ഒരു 15 lakhs ലോസ് പെർ മന്ത് ഉണ്ടാവും. അത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വരാൻ തീരുമാനിച്ച അടുത്ത സെപ്റ്റംബറിൽ വരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ചോദ്യം ഏതാണ്? നമ്മൾ ഏതിന് വില കൽപ്പിക്കുന്നു? നമ്മുടെ പ്രിയോറിറ്റി ഏതാണ്? ബന്ധമാണോ പണമാണോ? അല്ലെങ്കിൽ അതൊക്കെ, അതായത് കമ്മിറ്റ്മെന്റ് എന്ന് പറയും, കുടുംബത്തിനോട് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നുള്ള ഒരു ചാപ്റ്ററിൽ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഈ ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട്, മെരിറ്റൽ എൻറിച്ച്മെന്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പ്രിയോറിറ്റിയാണ്. കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യരുടെ ബിസിനസ് അല്ലെ, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ വർക്കിൽ മാത്രം ജോലിയാണ് ഏറ്റവും പ്രധാനം, കുടുംബം പിന്നീട് എന്നൊക്കെ ചിന്തിക്കുന്നത് അത് ശരിയായതാണോ എന്നൊക്കെ കാര്യം തർക്ക വിഷയങ്ങളാണ്. അത് ശരിയല്ലെന്ന് തന്നെ ഞങ്ങളെ പോലുള്ളവർ പറയും. പൊതുവെ വർക്ക് ലൈഫ് രണ്ടും വേണം. അതായത് വയസ്സായ ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ കുടുംബത്തിലെ ആളുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ, അതിൽ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വൈകാരികമായ ഒരു തലം ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും, അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, സംതൃപ്തി അല്ലെ, നമ്മൾ വൈവാഹിക സംതൃപ്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ സംതൃപ്തി നമുക്ക് കിട്ടില്ല. അത് ആ തെറ്റിന്റെ കുറ്റബോധം അതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ട് അത് തെറ്റായ വിഷയം. പിന്നെ ജോഷി സാർ പറഞ്ഞതിൽ വേറെ ഒരു കാര്യം കൂടി ഏടിയുണ്ട്. സാർ ഇപ്പോ സാറ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പുറമേയുള്ള പ്രശ്ന പരിഹാര രീതിയാണ് കുടുംബത്തിലെ സമ്മതിക്കുന്നത്. പക്ഷെ ഇവിടെയും നമ്മൾ പ്രശ്നം പരിഹരിക്കണം. അപ്പോ പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാരം, ഇതെന്ന് പറഞ്ഞാൽ പല ഉപായങ്ങളും കണ്ടെത്തി ഒറ്റ ഉപായത്തിൽ ഒന്നും നടക്കില്ല. ഞാൻ ഇന്ന രീതിയിൽ സോൾവ് ചെയ്യുന്ന പ്രിസ്ക്രൈബ്, അതായത് ചില ഡോക്ടേഴ്സ് മരുന്ന് എഴുതി കൊടുക്കുന്ന പരിപാടി ഒരിക്കലും നടക്കില്ല. ഈ ഉപായങ്ങൾ ആ അനുഭവിക്കുന്ന വ്യക്തി തന്നെ സ്വയം ചിന്തിക്കണം. അവർക്കേ അറിയുള്ളൂ. ഇപ്പൊ ജോഷി സാറിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജോഷി സാറിനാണ് ആ പ്രശ്നത്തെ കുറിച്ച് അറിയാം, അല്ലാതെ അത് കേൾക്കുന്ന കൗൺസിലർക്കോ അല്ലെങ്കിൽ ഒരു വിദഗ്ധനോ അല്ല അറിയാം. അവർക്കറിയില്ലത്. അത് ആ ടെക്സ്റ്റ് ബുക്ക് പരിഹാരം ഒരു കാര്യത്തിനൊന്നിനും നടക്കില്ല. അത് പരിഹരിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ആ പരിഹാരത്തെ കുറിച്ച് അറിയുന്ന, ആ സാഹചര്യത്തെ കുറിച്ച് അറിയുന്ന ആ വ്യക്തിക്ക് തന്നെയാണ്. ആ വ്യക്തിയെ ആ പരിഹാരത്തിലുള്ള ഓപ്ഷൻസ്, ഉപ്പ്
ഉപായങ്ങള് അത് ആവുന്നത്ര കണ്ടെത്താൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. അത്ര സഹായിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ഫെസിലിറ്റേറ്റ് സഹായിക്കുന്നതിലും കുറഞ്ഞ കാര്യമാണ് ഈ ഫെസിലിറ്റേറ്റ് എന്ന് പറയുന്നത്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ചില സജഷന് കൊടുക്കും. ഈ സജഷന് പോലും ഇല്ലാതെ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉപായങ്ങൾ കണ്ടെത്തിപ്പിക്കുക. അതിന് ചെറുതായിട്ട് ഒരു ചെറിയ താങ്ങ് കൊടുക്കുക. ഇത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പ്രശ്നങ്ങൾക്ക് ഉപായങ്ങൾ ഉണ്ടായേ തീരും. ഉപായങ്ങൾ ഒന്നല്ല, ഒരുപാടുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഉപായങ്ങൾ പറഞ്ഞാൽ അനവധി ഉപായങ്ങൾ. ഒരു പ്രശ്നത്തിന് അനവധി ഉപായങ്ങളാണ് സോൾവ് ചെയ്യുന്നത്. അത് ആ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തി തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ ലാഭവും നഷ്ടവും ആ വ്യക്തി തന്നെയാണ് വീണ്ടും ചിന്തിക്കേണ്ടത്. എന്നിട്ട് അത് നടപ്പാക്കേണ്ടതിലെ പ്രൊസീജിയേഴ്സ്, ആ നടപ്പാക്കുന്ന വ്യവസ്ഥ, അതും ചിന്തിക്കേണ്ടത് ആ വ്യക്തിയാണ്. നടപ്പാക്കേണ്ടതും ആ വ്യക്തിയാണ്. അതായത് ആ വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. മൂന്നാമതൊരാള് അല്ലെങ്കിൽ രണ്ടാമതൊരാള് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോ അതാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റും. നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. അത് സാറ് പറഞ്ഞ പോലെ ഈ പ്രശ്നത്തിന് ടെസ്റ്റ് പരിഹാരം ഒന്നിനുമില്ല. ഇങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിഹരിക്കുന്ന ഒന്നിനും ഒരു പ്രശ്നത്തിനും അത് പരിഹാരമാവില്ല. ആ പ്രശ്നം അനുഭവിക്കുന്ന പൊതുവെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലേ, അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ഓരോ വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ പെർസ്പെക്ഷൻസ് വ്യത്യാസം, അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം, ഇതൊരു നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒരു ടൈലർ മെയ്ഡ് കോൺസെപ്റ്റ് ഒന്നും ഇതിനില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഫെഡപ്പ് ആയി പോകും. കാരണം നമ്മൾ പറയത്തില്ലേ, നമ്മൾ നടക്കാത്ത വഴികളിലൂടെ നമ്മൾ നടക്കേണ്ടി വരും, അവരെ നടത്തേണ്ടി വരും. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, കാരണം മനുഷ്യന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സംഗതിയാണ്. അതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അവർക്ക് യുക്തമായ രീതിയിലേക്ക് എത്തിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. അതാണ് സംഭവം. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ്. കാരണം എല്ലാവർക്കും അവരുടേതായ രീതികൾ പറയാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന രീതി, അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളുടെ രീതികൾക്കൊന്നും പലപ്പോഴും മക്കൾ അതിനൊരു എന്താ പറയുന്നത് അപ്രൂവ് ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കാരണം അതൊന്നും അവരുടെ അല്ല, അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ കൂടി ആയിരിക്കും അവർ ചിന്തിക്കും. അപ്പൊ ഇതെപ്പോഴും സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നല്ലൊരു എന്താ പറയുന്നത് ക്ഷമയുടെ സാധ്യത ഇവിടെ വേണം, കേൾക്കാൻ, അല്ലെ, കേട്ട് പരിഹരിക്കാൻ. പറയാൻ പോലും പറ്റത്തില്ല. പലപ്പോഴും നമുക്കറിയാം, ഈ ഒരു കൗൺസിലിങ്ങിന്റെ തലത്തിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വൈവാഹിക തലത്തിൽ ആരോടെങ്കിലും ഒരാളോട് ക്ലോസ് ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റവർക്ക് അപ്പോഴേ ഡൗട്ടായി, നിങ്ങൾ അയാളുടെ പക്ഷമാണ്. അവിടെ തന്നെ അവിടെ അത് കോൺഫ്ലിക്റ്റ് ആയി. പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ. അത് അവരുടെ തമ്മിലുള്ള ആ ശരിക്കുള്ള ഇമോഷൻ തന്നെ ഈ പറയുന്നത് തെറാപ്പിസ്റ്റിനോടും തകർത്ത് കളയും. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അവിടെ സത്യത്തിൽ ഒരു കുടുംബം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ, റീജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് മറ്റുള്ളടത്ത് നിന്ന് കിട്ടത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു 3 ഫാമിലി, ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് 3 പേരുടെ പ്രോസസ് ഒന്ന് സോൾവ് ചെയ്യായിരുന്നു. ഒന്നും സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. കാരണം അത്രമാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള സാധ്യതകളാണ്. അവര് ഈ ഒരു വർഷക്കാലം, സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വർഷക്കാലം കൊണ്ട് ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാക്കാവുന്ന എല്ലാവിധ നെഗറ്റിവിറ്റീസും അവിടെ ഉണ്ടാക്കി. ഇനി അതിനൊന്നും ഒരു സൊല്യൂഷനും ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ പറയുന്ന പോലെ അതിനേക്കാളും മനോഹരമായ രീതിയിൽ തിരിച്ചു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ആശയവിനിമയത്തിന്റെ ഒരു സാധ്യതയില്ലാത്ത അവസ്ഥകൾ ഉണ്ടായി. ഇനി സാറിന്റെ ഉദ്യമം വളരെ വളരെ മഹത്തരമായി. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ഉന്നയിച്ച 3 പോയിന്റുകൾ അത് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ആദ്യത്തെ സബ്സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞില്ലേ, വൈവാഹിക
ആരോഗ്യപരമായ വൈവാഹിക ഉപഘടകം അത് വളരെ അർത്ഥവത്താണ്. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ഗ്രോത്തിന്റെ പാർട്ടാണത്. ആ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പകരം അവർ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള ഒരു സാധ്യത കൊടുക്കുക എന്നുള്ളത്, അവസരം കൊടുക്കുക, ഒറ്റവാക്കി പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് വേർപെടൽ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെയും ഇങ്ങനെ പിടിച്ചു കിടക്കുക എൻ്റെ ഫാമിലിയുടെ കുറെ കോൺട്രിബ്യൂഷൻസ്. ആ 2 കോൺട്രിബ്യൂഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുന്ന യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത പലപ്പോഴും തുടക്കത്തിൽ തന്നെ തകർന്നു പോകും. പലപ്പോഴും ഈ എന്താ പറയുന്നത് പേരന്റ് ഇൻ ലോസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ മക്കളാണല്ലോ, ഇവരുടെ മകളാണല്ലോ, മകനാണല്ലോ എന്നൊക്കെ തോന്നുന്ന ആ ഒരു തലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല. എപ്പോഴും കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഒരു സമന്വയം, ഭിന്നതകളുടെ ഐക്യത്തിന്റെയൊക്കെ ഒരു സമന്വയമായി മുന്നോട്ട് പോകാം. ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലേക്കൊന്നും ഒരിക്കലും ആരും കടക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. താങ്ക് യു സാർ, വളരെ വളരെ സന്തോഷം. വീണ്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. മഹത്തരമായ ചില എന്താ പറയുക റിസോഴ്സുകൾ പുതുതായിട്ട് ജോർജ് സാറിന് പറഞ്ഞ പോലെ പുതിയ ചില സിദ്ധാന്തങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. ഇനി ഒന്നും ഉണ്ടായില്ലേ പോലും ഉള്ളതൊക്കെ പൂർണ്ണമായി ബലത്തിൽ നിൽക്കട്ടെ. താങ്ക് യു സാർ. വിജയരാമൻ സാർ, സാർ ഒന്ന് കണ്ടിന്യൂ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എനിക്ക് ഇതിപ്പോ കൺക്ലൂഡിങ് ചെയ്തതിൽ എനിക്ക് വരാനുള്ള വെച്ചാൽ നമുക്ക് തുടരണം. ഇനിയും സ്ലൈഡുകൾ എനിക്ക് ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളൂ, ഇപ്പൊ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ വൈവാഹിക പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയത്തെ കുറിച്ച് ചെറുതായി പറഞ്ഞുള്ളൂ. എനിക്ക് അതിൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. ആശയവിനിമയം എന്ന് പറഞ്ഞ വിഷയം സംസാരിച്ചാലും തീരാത്ത വിഷയമാണ്. അതിന്റെ അത്ര പ്രാധാന്യവും മഹത്വവും അത്രത്തോളം ഉണ്ട്. അപ്പൊ അതുപോലെ വേറെയും പ്രശ്നങ്ങൾ വരാനുണ്ട്, കാര്യങ്ങൾ വേറെ ഐറ്റംസ് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എന്നെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി സെഷൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. എൻ്റെ ഒരു അഭിപ്രായം, സാറ് പറഞ്ഞ ഈ ടോപ്പിക്കിനെ നമ്മൾ നമ്മുടേതായ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വെച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഓരോരുത്തർക്കും ഒരു പ്രബന്ധം ഉണ്ടാക്കാനുള്ള കണ്ടന്റുകൾ കാണും. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, ഇഷ്ടം പോലെ അല്ലെ. നമ്മുടെ ലൈഫിനേക്കാളും കൂടുതൽ നമ്മുടെ ചുറ്റുപാട് ലൈഫുകളിൽ നിന്നെല്ലാം സാറ് പറഞ്ഞ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. സാർ, ഞാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ വീഡിയോ ഓൺ ചെയ്യണം എന്ന് പറയുന്നതിന്റെ വിഷയം ഇതാണ്. ആ പറയുന്നതിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നോൺ വെർബൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഓൺ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ വേറെ ചർച്ച വേണം. 50% ചർച്ച എനിക്ക് കൂടിയേ തീരുമെന്ന് ഞാൻ പറയാനുള്ള കാര്യം, ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നാം നമ്മളിലേക്ക് തിരിയണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് തിരിയണം, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളിലേക്ക് തിരിയണം. എന്നിട്ട് അവരൊന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും എന്നെ കേൾക്കണം. അപ്പൊ കേട്ട് കഴിയുമ്പോൾ അതില് നമുക്ക് ഇതിന്റെ ഈ വൈദഗ്ധ്യ സ്കില്ല്, അതുപോലെ ഇൻസൈറ്റുകള് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ വയസ്സായി കഴിഞ്ഞു വെച്ച് മാറ്റി വെക്കേണ്ട വിഷയമൊന്നുമില്ല. നമ്മളിപ്പോഴും ഭാര്യയും ഭർത്താവും ഉള്ള ആൾക്കാരെന്നാണ്. നമ്മൾ കുടുംബത്തിന്റെ അകത്തല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു ദമ്പതികളെ, നമ്മുടെ ഏറ്റവും അടുത്തപ്പെട്ട ദമ്പതികളെ കാണാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം തന്നെ നമുക്കറിയാം. അപ്പൊ ഇതിൽ എവിടെയാണ് ഈ സ്കിൽ പ്രോബ്ലം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പോലെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ. ഇപ്പൊ ജോഷി സാറല്ലേ പറഞ്ഞത്, അതെ, ഇത് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങളായിട്ട് വരിക. ആ രീതിയിൽ അനുഭവിക്കുകയാണ് നമ്മൾ വിഷമങ്ങൾ, ദുരിതം. അപ്പോ അതൊക്കെ മനസ്സിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വയസ്സായെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിക്ക വെക്കേണ്ട, നമ്മളെ കുറിച്ച് ചിന്തിക്കും, ഇതിന്റെ ഇത് എങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് വിഷമിച്ചു കഴിഞ്ഞിട്ടുള്ള അതിന് ഇന്നതാണ് കാരണം എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോ ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ററാക്ഷൻസ് വേണമെന്ന്. സ്വയം ചിന്തിച്ചിട്ട് അതായത് എല്ലാവർക്കും വിട്ടുവീഴ്ച മനോഭാവം കുറച്ച് വേണം. കറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്കഷൻ, ഞാൻ പറഞ്ഞു ഈ വൈവാഹിക ജീവിതത്തിലെ 3 കാര്യമാണ്: ഡിസ്കഷൻ, നെഗോഷിയേഷൻ, കോംപ്രമൈസ്. ഈ 3 കാര്യം മറക്കരുത്. അത് ഇല്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ഇതാ പറയാനുള്ളത്. അപ്പൊ ഇനി വരണം ഇതിലേക്ക് നമുക്ക് ഈ രീതിയിൽ ഇന്ററാക്ഷൻസോട് കൂടിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലെവലിലേക്ക് പറഞ്ഞ പോലെ ആത്മനിഷ്ഠമായിട്ട് സബ്ജക്റ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമുക്കൊരു ഇൻസൈറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലാസ്. ഓക്കെ സാർ.
ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് കഥയിലും കൊണ്ടൊരു കാര്യം, ഒരു കഥ പുതുതായിട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. സ്നേഹലത മാം നാളെ റെഡിയാണല്ലോ അല്ലേ? സ്നേഹലത മാം റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ, താങ്ക് യു വിജയരാമൻ സർ. വെൽക്കം.